ഒരു വിശ്വാസിക്ക് ഒരിക്കലും അസ്ഥിരത വരാൻ പാടില്ല. ബിഹി ഫുആദ. നബി എവിടെ പതറുമെന്ന് അള്ളാഹുവിന് തോന്നി അവിടെയൊക്കെ പ്രവാചകന്മാരുടെ കഥ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വല്ലാത്തൊരു സംഗതിയാണ്. നബിയെ സംബന്ധിച്ചിടത്തോളം അതാണ്. അത് തന്നെയാണ് നമ്മളെക്കുറിച്ചും ആകേണ്ടത്. വജാഅക ഫീ ഹാദിഹിൽ ഹഖ് വമൗഇദത്തും വദിക്റാ ലിൽ മുഅ്മിനീൻ. ഇത് നബിയെ അങ്ങേക്ക് വരുന്നത് ഹക്കായ കാര്യമാണ്. ഇത് അങ്ങേക്ക് മാത്രമല്ല, മുഅ്മിനുകൾക്കൊക്കെ ഇത് ദിക്റയാണ്, മൗഇദത്താണ്. രണ്ട് കാര്യമാണ് പറഞ്ഞു. ദിക്റയാണ്, മൗഇദത്താണ്. ചിന്തിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുള്ളതാണ് ദിക്റ എന്ന് പറഞ്ഞത്. കഥ കേട്ടു പോകാനുള്ളതല്ല, കഥയല്ല സത്യത്തിൽ. ഇത് കഥ എന്ന് നമ്മളിങ്ങനെ പറഞ്ഞങ്ങനെ ശീലമായി പോയത്. കഥ എന്ന് പറഞ്ഞാൽ എന്താ? കഥ എന്ന് പറഞ്ഞാൽ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള ആലേഖനമാണല്ലോ. അതല്ല ഇത് ഒറിജിനൽ സംഭവമാണ്. ഇതിനെന്താ പറയുക? എന്തായിരുന്നാലും അതാണ്. ഇത് കഥയല്ല. അതിലൊക്കെ ഉള്ളത് ഒന്ന് ദിക്റയാണ്, രണ്ടാമത്തേത് മൗഇദത്താണ്. അപ്പോൾ സത്യത്തിൽ മൗഇദത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന് തണുപ്പേകുന്ന കാര്യമാണ് മൗഇദത്ത്. ഹൃദയത്തിന് തണുപ്പേകുമ്പോഴാണ് അത് മൗഇദത്താകുന്നത്. ഉപദേശം എന്ന് പറഞ്ഞാൽ മൗഇദത്താവില്ല, കേവലോപദേശങ്ങളല്ലാതെ. ഖുർആനിൻ്റെയൊക്കെ പ്രത്യേകത അതാണ്. ഖുർആനിലുള്ള ഉപദേശങ്ങൾ മുഴുവൻ ഹൃദയസ്പർക്കാണ്. അങ്ങനെയാണ് ഖുർആൻ പരിചയപ്പെടുന്നത്. അതുകൊണ്ടാണല്ലോ മൂസ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് നബിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇത്രയും തവണ പറഞ്ഞു എന്ന് പറയുമ്പോൾ 136 തവണ മൂസായെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞുപോയി, സഹാബികളുടെ കൂടെ ഇരിക്കുമ്പോൾ, റഹിമല്ലാഹു അഖി മൂസ ഊദിയ അക്സർ മിന്നി ഫസബർ. എൻ്റെ സഹോദരൻ മൂസാക്ക് അള്ളാഹു റഹ്മത്ത് നൽകട്ടെ. റസൂലുള്ളാഹി പ്രാർത്ഥിക്കാം. എന്നിട്ട് നബി പറഞ്ഞത് എന്താണെന്നറിയാം? ഊദിയ അക്സർ മിന്നി. എന്നേക്കാൾ എത്രയോ പ്രതിസന്ധികൾ അദ്ദേഹം ജീവിതത്തിൽ തരണം ചെയ്തു. ഒരുപാട് ഉപദ്രവങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഒരുപാട് സംഗതികൾ, എല്ലാ ഘട്ടത്തിലും എല്ലാരിൽ നിന്നുമുള്ള പലതരത്തിലുള്ള പ്രതിസന്ധികൾ. പക്ഷെ അപ്പൊക്കെ ഫസബറ, അദ്ദേഹം ജീവിച്ചു നിന്നത് സബർ കൊണ്ടായിരുന്നു. ആ സബറാണ് പ്രധാനം. അതിനാണ് ഇതൊക്കെ, ഈ സംഭവങ്ങളൊക്കെ അതിന് പറയുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു. ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടത് മൂസ അലൈഹി ഇസ്ലാമിനെ കുറിച്ചാണ് ഖുർആനിൽ എന്ന് പറഞ്ഞല്ലോ. പക്ഷേ അത്യത്ഭുതകരമായ വേറൊരു കാര്യം, മൂസ എന്ന് പേരുള്ള ഒരു സൂറത്ത് ഖുർആനിലില്ല. ഉണ്ടോ? മൂസ എന്ന് പേരുള്ള ഒരു അധ്യായം ഖുർആനിലില്ല. നൂഹിൻ്റെ പേരിൽ അധ്യായം ഉണ്ടല്ലോ, സൂറത്ത് നൂഹുണ്ട്. ഇബ്രാഹിമുണ്ട്, യൂസുഫുണ്ട്, മുഹമ്മദുണ്ട്, ഹൂദുണ്ട്. പക്ഷേ ഖുർആൻ മൊത്തത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതലുള്ള പരാമർശം മൂസ അലൈഹി സ്വലാമിനെ കുറിച്ച്. മൂസ അലൈഹി സ്വലാം ഒരു സാധാരണ പ്രവാചകനായിരുന്നില്ല. ഒരുപാട് വ്യത്യസ്തത ഉണ്ടായി, ഒരുപാട് വ്യത്യസ്തത. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നേർക്കുനേരെ സംസാരിച്ചു മൂസായോട് അലൈഹിസ്സലാം. വകല്ലമ അല്ലാഹു മൂസ തക്ലീമ, സൂറത്തു നിസായിൽ കാണാം. അതുകൊണ്ടാണ് നമ്മൾ കലീമുള്ള എന്ന് പറയും മൂസ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ. റസൂലുള്ള എന്ന് പറയുന്നതിന് പകരം കലീമുള്ള അഥവാ അള്ളാഹുമായി സംസാരിച്ചവൻ എന്ന അർത്ഥത്തിൽ. ഖുർആൻ്റെ ആദ്യം മുതൽ പരിശോധിച്ചാൽ സൂറത്തുൽ ബഖറയിൽ ഒരുപാട് തവണ മൂസ അലൈഹി സ്വലാം ഉണ്ട്. ഒരുപാട് സംഭവങ്ങൾ, ഓരോന്നും ഒരുപാട് സമയം നേരം നിന്ന് ചിന്തിക്കേണ്ടതാണ് ഓരോ വാചകങ്ങളും. സൂറത്ത് ആല ഇമ്രാനിലുണ്ട്, തൊട്ടടുത്ത അധ്യായമാണ്. തൊട്ടടുത്ത അധ്യായം സൂറത്തുൽ നിസായിലുണ്ട്, സൂറത്തുൽ മാഇദയിലുണ്ട്, സൂറത്തുൽ അൻആമിലുണ്ട്, സൂറത്ത് അറാഫിലുണ്ട്. ഇങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട സൂറകളിൽ. പിന്നെ സൂറത്തുൽ ഖസസ് എന്ന് പറഞ്ഞൊരു സൂറത്തുണ്ട് ഖുർആനിൽ, സൂറത്തുൽ ഖസസ്. അതിൽ പ്രവാചകന്മാരുടെ ചരിത്രം നിറഞ്ഞു നിൽക്കുക. അതാണ് ഏറ്റവും അത്ഭുതം. ആ അധ്യായത്തിൻ്റെ ആരംഭം മുതൽ 50 വചനങ്ങൾ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ
വല്ലാത്ത രസകരമായ ചരിത്രമാണ്. നമ്മൾ ഖസസ് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കണം. ഭയങ്കര രസമാണ്, വായിക്കാൻ തന്നെ രസമാണ്. വായിച്ചാൽ ഒരുപാട് ഗുണപാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടും. നമുക്കൊക്കെയുള്ള പ്രശ്നം പരിഹരിക്കപ്പെടും. നമ്മുടെയൊക്കെ പ്രശ്നം നമുക്കൊരു സ്ഥൈര്യമില്ലായ്മയാണ്, സ്റ്റെബിലിറ്റി ഇല്ലായ്മയാണ്, സുസ്ഥിരതയില്ലായ്മയാണ്. നമ്മളൊക്കെ ദുഃഖത്തിൻ്റെ വാഹകരാണ്. വഹിക്കുക മാത്രമല്ല, ദുഃഖം കൊണ്ടുപോയി കൊടുക്കുന്നവരാണ്. നമ്മുടെയൊക്കെ സ്വഭാവം അതാണ്. പ്രവാചകന്മാരുടെ ചരിത്രം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ എന്താണ് സത്യത്തിൽ ദുഃഖം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ കാണാൻ സാധിക്കും. മൂസ അലൈഹി ഇസ്ലാമിൻ്റെ കഥ സൂറത്തു ഖസസിൽ തുടങ്ങുന്നത് നത്ലു അലൈക മിൻ നബഇ മൂസ വഫിർഔന ബിൽ ഹഖ് ലിഖൗമി യുഅ്മിനൂൻ എന്ന് പറഞ്ഞുകൊണ്ട് മൂസായുടെയും ഫറോവയുടെയും കഥ, ചരിത്രം സത്യസന്ധമായി നാം ഇതാ നിനക്ക് പറഞ്ഞു തരികയാണ്. പക്ഷേ അത് ഉപകാരപ്പെടുക ലിഖൗമി യുഅ്മിനൂൻ, അതാണ് നമ്മുടെ വിഷയം. ഈമാൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കേ ഉപകാരപ്പെടും. ഈമാൻ എന്ന് പറഞ്ഞാൽ മുസ്ലിമായതിൻ്റെ പേരിൽ നിർഭയത്വം അനുഭവപ്പെടുന്നവനെ ഇത് ഉപകാരപ്പെടും. അതാണ് മുഅ്മിൻ എന്ന് പറയുമ്പോൾ, അതാണ് മുഅ്മിൻ, അതാണ്. എന്നിട്ട് തുടർന്ന് ആ കഥ ഇങ്ങനെ പറയണം. അതിൽ തുടങ്ങുന്നത് തന്നെ ഇന്ന ഫിർഔന അലാ ഫിൽ അർദ് വജഅല അഹ്ലഹാ ശിയഅൻ. ഇന്നത്തെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഫിർഔൻ. ഫിർഔൻ എന്ന് പറയുന്നത് ഒരു വലിയ ഭരണകൂടത്തിൻ്റെ അധിപന്മാരിൽ ഒരാളാണ് ഫിർഔൻ, ഫറോവ. അലാ ഫിൽ അർദ്, അവൻ ഭൂമിയിലെ, അങ്ങനെയാണ്. ഞാനാണ് പഠിച്ചവൻ എന്ന് പറയുന്ന കുറേ ഭരണാധികാരികൾ ഉണ്ടല്ലോ. ഞാനാണിത് നിയന്ത്രിക്കുന്നത്, അല്ലേ? ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളെയും നിയന്ത്രിക്കാൻ എനിക്ക് കഴിവുണ്ട്. ഞാൻ പറഞ്ഞാൽ നിൽക്കും, ഞാൻ പറഞ്ഞാൽ തുടങ്ങും. അങ്ങനത്തെ ഒരാൾ. അയാൾ ശ്രമിച്ചത് വജഅല അഹ്ലഹാ ശിയഅൻ, നാട്ടുകാരെയൊക്കെ വ്യത്യസ്ത പാർട്ടികളാക്കാൻ, ഗ്രൂപ്പുകളാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അതിലയാൾ വിജയിച്ചു ഏറെക്കുറെ. ലോകത്തെല്ലായിടത്തും കാണുന്ന ഒരു സംഭവം ഇതാണ്. നമ്മളൊക്കെ പണ്ട് നമ്മുടെ സ്വതന്ത്ര ചരിത്രം പഠിക്കുന്നിടത്ത് പഠിച്ച ഒരു വാക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും: ഭിന്നിപ്പിച്ച് ഭരിക്കുക. സോഷ്യൽ സ്റ്റഡീസ് പഠിച്ചപ്പം അതിലുണ്ട് ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക. എല്ലാ കാലത്തുമുള്ള സ്വച്ഛാധിപതികളുടെ രീതി അതാണ്. ഇവനും ചെയ്തത് അതാണ്. ഇവൻ്റെ ഗോത്രമല്ലാത്ത മറ്റു ഗോത്രങ്ങളെയൊക്കെ നശിപ്പിക്കാൻ അവൻ ശ്രമം നടത്തി. അങ്ങനെ അവൻ തീരുമാനിച്ചു മറ്റുള്ള എല്ലാ ഗോത്രങ്ങളിലും ഉണ്ടാകുന്ന മുഴുവൻ ആൺകുട്ടികളെയും അറുത്ത് കളയാൻ. ഖുർആൻ അത് പറയുന്നുണ്ട്. ജനിച്ചു വീഴുമ്പോൾ തന്നെ യുദബ്യഹു അബ്നാഅഹും വയസ്തഹ്യൂന നിസാഅഹും. ചരിത്രം നിങ്ങൾക്കറിയാം. ഇത് കുറേ കാലം തുടർന്നപ്പോൾ അവിടെ ആണുങ്ങളില്ലാതെയായി. പടിയെടുക്കാൻ, വേല ചെയ്യാൻ ഇവർ കുബേരന്മാരായിരുന്നു, ഈ ഭരണവർഗം. അവർക്ക് വേണ്ടി ജോലി ചെയ്യാൻ, വേല ചെയ്യാൻ ആളുകളില്ല. അപ്പോൾ ഭയങ്കരമായി കംപ്ലൈൻറ്റ് വന്നു. അപ്പോൾ മൂപ്പരൊരു ചേഞ്ച് വരുത്തി. അതെന്താണെന്ന് വെച്ചാൽ, ഒരു കൊല്ലം ജനിക്കുന്നവരെ കൊല്ലം, അടുത്ത കൊല്ലം ജനിക്കുന്നവരെ ജീവിക്കാൻ വിടും. നിങ്ങൾ ആലോചിച്ച് പോയിട്ടൊരവസ്ഥ. അന്ന് രക്ഷപ്പെട്ടതാണ് ഹാറൂൻ. മൂസാ നബിയുടെ സഹോദരൻ ഹാറൂൻ എങ്ങനെ ബാക്കിയായി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ ഗ്യാപ്പിൽ വന്നതാണ്. മൂസാ നബി രക്ഷപ്പെട്ട കഥ അത് നിങ്ങൾക്കറിയാലോ, അത് ഞാൻ വിശദീകരിക്കേണ്ടതില്ല. മൂസാ നബിയുടെ കഥ പറയുന്നിടത്ത് മാഷാ അല്ലാഹ് വല്ലാത്ത ഒരു സംഭവം നമുക്ക് അനുഭവപ്പെടും. വല്ലാത്ത ഒരു വിശ്വാസിക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ അനുഭവം അത് മൂസാ നബിയുടെ ചരിത്രത്തിൻ്റെ ആദ്യത്തെ ദിവസം മുതലുണ്ട്. മൂസാ നബിയെ പ്രസവിച്ച ആ കൊല്ലം എല്ലാവരെയും കൊല്ലണ കൊല്ല. അത് യുദബ്ബിഹൂനാണ്, ദബ്ബാണ്, സാധാരണ കൊലയല്ല. ഈ മാതാവിൻ്റെ മുമ്പിൽ വെച്ച് ഇതിനെ അറക്കുക ചെയ്യുക. അപ്പോൾ ഇനി ആരും പ്രസവിക്കാൻ പോലൊരു അത്ര ക്രൂരമായിരുന്നു. മൂസാ നബിയെ പ്രസവിച്ചു നോക്കുമ്പോൾ ആൺകുട്ടിയാ. ഉമ്മക്ക് ഭയങ്കര ബേജാറായി. അപ്പോൾ അല്ലാഹു തആലയുടെ വാക്കുണ്ട് സൂറത്ത് ഖസസിലെ 7-ാമത്തെ വചനം: വഅൗഹൈന ഇലാ ഉമ്മി മൂസ അൻ അർദിഈ. മൂസായുടെ ഉമ്മക്ക് നാം ബോധനം നൽകി, മുല കൊടുത്തോ. കുട്ടിക്ക് മുല കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ മുല കൊടുക്കാൻ പേടി ഉണ്ടായാൽ പാല് വരില്ല അത്രേ.
ഭയം വന്നു. ഭയം വന്നാൽ പിന്നെ പാല് വരില്ല. ഭയങ്കര പ്രതിസന്ധിയായി. അപ്പോൾ മൂസ അലൈഹിസ്സലാമിൻ്റെ ഉമ്മനോട് അള്ളാഹു പറഞ്ഞു, ഫഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖിഹി ഫിൽ യം. നിങ്ങൾക്ക് ഭയങ്കര പേടിയുണ്ടോ? എന്നാ സമുദ്രത്തിൽ കൊണ്ടുപോയി ഇട്ടോന്ന് പറഞ്ഞു കുഞ്ഞിനെ. അപ്പോൾ ഇടാനുള്ള രൂപമൊക്കെ കിട്ടി. സമുദ്രത്തിലൊരു പെട്ടിയിലാക്കി കൊണ്ടുപോയി ഇട്ടു. എന്നിട്ട് അടുത്ത വാചകം, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം കൊടുക്കണ ബോധനം മൂസാ നബിയുടെ ഉമ്മാക്ക്, വലാ തഖാഫി വലാ തഹ്സനി. ശരിക്കും ചിന്തിച്ചോ, എപ്പോഴാണ്? വലാ തഖാഫി, പേടിക്കരുതേ, വലാ തഹ്സനി, ദുഃഖിക്കരുതേ. എപ്പോൾ? നമ്മളോടൊരാൾ പറഞ്ഞാൽ നമ്മൾ പറയും, നിങ്ങൾക്കത് പറഞ്ഞാൽ മതി, അനുഭവിക്കണത് ഞാനല്ലേ. ആരാ അനുഭവിക്കണത്? അനുഭവിക്കുന്ന ആളോട് പറയാ, എന്തായിരിക്കും ആ അവസ്ഥ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ അന്തരീക്ഷം ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും? ഭീകരത, വല്ലാത്ത ഭീകരത. ഇന്നൊന്നും കാണുന്ന ഭീകരതയല്ല അത്, വല്ലാത്ത ഭീകരത. ഈ കുഞ്ഞിൻ്റെ ജീവൻ നശിക്കുന്നത് സ്വന്തം ഉമ്മ കൺമുമ്പിൽ വെച്ച് കാണേണ്ട അവസ്ഥ. അപ്പോഴാണ് ബോധനം കിട്ടുന്നത്. എന്ത്? ആ പുഴയിൽ കൊണ്ടെറിഞ്ഞോ, എന്നിട്ട് പേടിക്കണ്ടെന്ന് പറഞ്ഞു. എന്താ മനസ്സിലാക്കേണ്ടത്? അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഭയപ്പെടാൻ പാടില്ല, ദുഃഖിക്കാനും പാടില്ല. ഇത് രണ്ടും നമ്മുടെ ഡിക്ഷണറിയിലില്ലാത്ത വാചകങ്ങളാകണം. എന്തിന് നമ്മളോട് എത്ര തവണയാണ് ഖുർആൻ പറഞ്ഞത്, ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ഖൗഫിൻ്റെ ആളുകളും ഭയത്തിൻ്റെ ആളുകളും ദുഃഖത്തിൻ്റെ ആളുകളും ആരാന്ന് ചോദിച്ചാൽ അത് മുസ്ലിങ്ങൾ, അല്ലെങ്കിൽ മുസ്ലിങ്ങളാണെന്ന് പറയുന്നവരെ. ഞാനും നിങ്ങളൊക്കെ, ഞാനീ പറയുന്ന എന്നെ അടക്കാൻ പറയും. മാത്രമല്ല മൂസ അലൈഹിസ്സലാമിൻ്റെ ഉമ്മാക്ക് അന്ന് കൊടുത്ത ഒരു സുവിശേഷമുണ്ട്. അള്ളാഹു ഇന്നാ റാദ്ദുഹു ഇലൈക്. ഭയങ്കരല്ലേ? നീ പേടിക്കണ്ട, കൊണ്ടേ ഇട്ടോ, തിരിച്ച് ഞാൻ തരുന്നേ. ഏതായിരിക്കും ആ ഉറപ്പ് എന്ന് മാത്രമല്ല, രണ്ടാമത്തെ ഒരു ഉറപ്പുണ്ട്, വജാഇലുഹു മിനൽ മുർസലീൻ. അവനെ നാം മുർസലുകളുടെ കൂട്ടത്തിൽ പെടുത്താൻ പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. സൂറത്ത് ഖസസ് നിങ്ങൾ വായിച്ചു നോക്കണം. ഏറ്റവും കൂടുതൽ നമുക്ക് സംതൃപ്തിയും സമാധാനവും കിട്ടും. എല്ലാ ഭയങ്ങളും എല്ലാ ദുഃഖങ്ങളും. ഇങ്ങനത്തെ ഒരു രംഗങ്ങൾ ആലോചിച്ച് നോക്കും. ഒരു ഉമ്മ, സ്ത്രീകൾക്കായിരിക്കും അത് പെട്ടെന്ന് മനസ്സിലാവും. വല്ലാത്തൊരു സംഭവമാണ്. അങ്ങനെ ഇട്ടപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഒഴുകിപ്പോയി. ചരിത്രം നിങ്ങൾക്കറിയാം. ആ പുഴയുടെ ഓരത്തുനിന്ന് കുളിച്ചുകൊണ്ടിരുന്ന ഫിറഔന്റെ ഭാര്യക്ക് ഇതിനെ കിട്ടി. ഒരു പെട്ടി ഇങ്ങനെ ഒഴുകി വന്നപ്പോൾ അത് എടുത്തതാ. ഫൽതഖതഹു ആലു ഫിറഔൻ. ഖുർആന്റെ പ്രയോഗം അതാ. ഫിറഔന്റെ കുടുംബം അതിനെ എടുത്തു. എന്തിനാ? അല്ലാഹു പറയുന്നുണ്ട്, ലിയകൂന ലഹും അദുവൻ വഹസനൻ. ഉറപ്പാണ് ആ കുഞ്ഞ് ഇവർക്ക് ശത്രുവായി മാറും, ഇവരുടെ സങ്കടമായി മാറും. ഇവർക്കൊരു സന്തോഷവും ആ കുഞ്ഞിനെ കൊണ്ട് കിട്ടൂല. ഇന്ന ഫിറഔന വഹാമാന വജുനൂദഹുമാ കാനു ഖാതിഈൻ. ഫിറഔനും ഹാമാനും അവരുടെ രണ്ടുപേരുടെയും സൈന്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഏറ്റവും വലിയ തിന്മയാണ്. അതുകൊണ്ട് മൂസ അലൈഹിസ്സലാം എവിടെ വളർന്നത്? ഫറോവയുടെ കൊട്ടാരത്തിൽ. അതാണ് ഖുദ്റത്തുൻ ഇലാഹിയ എന്ന് പറയുന്നത്. ദൈവീകമായ അത്ഭുതം എന്ന് പറയുന്നത് അതാണ്. ദൈവികമായ അത്ഭുതമായി. ഞാൻ അതിൻ്റെ ഇടയ്ക്കൊരു സംഗതി പറയാം. നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞു പോയൊരു ചരിത്രമാണല്ലോ അല്ലേ? കഴിഞ്ഞു പോയ ഇതിൻ്റെ അവസാനം എന്താണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് വലിയൊരു പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ആലോചിക്കും, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇനി സംഭവിക്കാനുള്ളത് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ, ഇല്ലേ? അതിലേക്ക് വേണം നമ്മൾ നോക്കാൻ. മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മാക്ക് എന്താ സംഭവിക്കാൻ പോണെന്ന് അറിയോ? ഇല്ലല്ലോ. ഇത് ഖുർആനിൽ ഇങ്ങനെ എഴുതി വായിച്ച് അള്ളാഹു പഠിപ്പിച്ചു തന്നതുകൊണ്ടാണ് നമുക്ക് വല്ലാത്തൊരു അതിലൊരു ആങ്സൈറ്റി ഒന്നും ഇല്ലാത്തത്. നമ്മുടെ ഉള്ളിലേക്ക് ഇത് പ്രവേശിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഇത് വരണം. അപ്പൊ കാണാം എന്ത് മധുരമായിരിക്കും. നിങ്ങൾ ആലോചിക്കൂ, നമുക്ക് അത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്കാണ് നമ്മൾ വരേണ്ടത്. കുട്ടിയെ എടുത്തു. ഈ കുട്ടിനെ കണ്ടപ്പോൾ ഫിറഔന്റെ ഭാര്യയ്ക്ക് വല്ലാത്ത ഇഷ്ടമായി. അവർ പറഞ്ഞ വാക്കുണ്ട്, വഖാലത്ത് ഇംറഅതു ഫിർഔൻ ഖുർറത്ത് ഐനുൻ ലീ വലക്. ഓ, എന്ത് രസമുള്ള മോനില്ലേ! ഈ മോൻ ഭർത്താവിനോട് പറയാ,
ആരാ ഭർത്താവ്? ഫറോവയാണ്. അവനോട് പറയാ, ഈ മോൻ എനിക്കും നിങ്ങൾക്കൊക്കെ വല്ലാത്ത സന്തോഷം നൽകും, വല്ലാത്തൊരു കുട്ടി, ഇത് കണ്ടിട്ട് തന്നെ ആസാ അൻ യൻഫഅന, ഉറപ്പാ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഇതുകൊണ്ടുണ്ടാവും. ഔ നത്തഖിദഹു വലദ, നമുക്കിവനെ നമ്മുടെ സ്വന്തം കുഞ്ഞായി സ്വീകരിക്കാം. അള്ളാന്റെ അടിക്കുറിപ്പ്. വഹും ലാ യശ്ഉറൂൻ, ഒന്നും അറിയില്ല അവർക്ക്, എന്താ സംഭവിക്കാൻ പോണെന്ന് ഇവർക്ക് അറിയില്ലല്ലോ. ഭയങ്കരമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെ അവിടെ അങ്ങനെ പോകുമ്പോൾ പുറത്ത് ഒരു രംഗമുണ്ടല്ലോ. മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മ ഈ കുട്ടിയെ എറിഞ്ഞിട്ട്, അല്ലേ, നമ്മളെ ഭാഷയിൽ പറഞ്ഞ ദുഃഖിച്ചിരിക്കുകയായിരിക്കുന്ന, ദുഃഖമുണ്ടായില്ല. കാരണം അള്ള പറഞ്ഞത് എന്ത്? ദുഃഖിക്കണ്ടെന്ന്. അള്ള നമ്മളോടും പറഞ്ഞിട്ട് ദുഃഖിക്കണ്ടെന്ന്. പക്ഷെ നമ്മൾ ദുഃഖിക്കും. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പേടിക്കണ്ട, നമ്മൾ പേടിക്കും. മൂസാ നബിയുടെ ഉമ്മ പേടിച്ചില്ല എന്ന് മാത്രമല്ല, പേടിക്കൂല. കാരണം അള്ള പറഞ്ഞതാ പേടിക്കണ്ടെന്ന്. മനസ്സിലായില്ലേ? പക്ഷേ അള്ളാഹു തആല ഒരു വാക്ക് അവിടെ പറയുന്നുണ്ട്. ആ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം ശരിക്ക്. അതെന്താ അറിയോ? വഅസ്ബഹ ഫുആദു ഉമ്മി മൂസ ഫാരിഗ. മൂസാന്റെ ഉമ്മയുടെ ഹൃദയം ശൂന്യമായിരുന്നു. ശൂന്യമായിരുന്നു എന്ന് വെച്ചാൽ ഈ പറഞ്ഞ സാധനമൊന്നുമില്ല, ഒറിജിനലായിരുന്നു. പേടിയില്ല, സങ്കടമില്ല, ദുഃഖമില്ല, ഒന്നുമില്ല. ഇൻ കാദത് ലതുബ്ദി ബിഹി ലൗലാ അർറബത്നാ അലാ ഖൽബിഹാ. ശരിക്കും ശ്രദ്ധിച്ചോ വാക്ക്, ലൗലാ അർറബത്നാ അലാ ഖൽബിഹാ. അവരുടെ ഹൃദയവുമായി നാം ഒരു ബന്ധമുണ്ടാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ അങ്ങനെ ആകുമായിരുന്നില്ല. എന്ന് വെച്ചാൽ ഞാനും നിങ്ങളൊക്കെ മുഅ്മിന മുസ്ലിമ എന്ന് പറഞ്ഞാൽ ആവോ? എന്താ നമ്മുടെ പേടിയുടെ അടിസ്ഥാനം എന്നറിയോ? അള്ളാഹുമായുള്ള റബത്തില്ല. അതൊരു വല്ലാത്ത സംഭവമാണ്. മൂസായുടെ ഉമ്മയും അള്ളാഹുവും തമ്മിലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു, റബ്ത്ത്, ഒരു കെട്ടുണ്ടായിരുന്നു, ഒരു ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധമാണ് ഇന്ന് മുസ്ലിം ഉമ്മത്തിന് നഷ്ടപ്പെട്ടത്. അതാണ് പേടിയുടെ അടിസ്ഥാനം, അതാണ് ദുഃഖത്തിൻ്റെ അടിസ്ഥാനം. ആ ബന്ധമാണ് നമ്മൾ ആ ബന്ധമുണ്ടാക്കാനാണ് ഇനിയുള്ള എല്ലാ സംഗതിയും. പേടിയില്ലാത്ത മൂസായുടെ ഉമ്മ മൂസായുടെ സഹോദരിയെ വിളിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്, ഖുസ്സി, മോളെ നീ ഒന്ന് പിന്നാലെ പോയി നോക്കി എന്താ സംഭവിക്കണത്. അവൾ പിന്നാലെ പോയപ്പോഴാണ് ഈ സംഗതി അറിഞ്ഞത്. ഈ പെട്ടി ഒരു സ്ഥലത്ത് തങ്ങിയതും ആ കുട്ടിയെ എടുത്തതും. അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി ഈ കുട്ടിയുടെ ചുറ്റും കൂടി നിൽക്കുകയാണ്. വിശന്ന് കരയുന്നുണ്ട് ഈ കുട്ടിക്ക്. കരയുന്ന സമയത്ത് പലരെയും, കൊട്ടാരത്തിൽ പലരെയും മുലയൂട്ടാൻ വേണ്ടി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷേ അള്ളാന്റെ വാക്കെന്താ അറിയോ? അള്ളാഹ് ചെയ്തോളൂ, നമ്മൾ ചെയ്യണ്ട. ഹറംന അലൈഹിൽ മറാദിഅ, എല്ലാ മുല കുടിപ്പിക്കാൻ വന്ന സ്ത്രീകളുടെയും മുല ഈ കുട്ടിക്ക് പറ്റണില്ല. അള്ളാന്റെ ഭാഷ ഹറംന, നാം ഹറാമാക്കീന. ഒരു കുട്ടിൻ്റെ ഒരു ഉമ്മൻ്റെവും പറ്റണില്ല. അപ്പോൾ നമ്മളെ സഹോദരി ഇങ്ങനെ മെല്ലെ ചോദിച്ചു, ഹൽ അദുല്ലുക്കും അലാ അഹ്ലി ബൈത്തിൻ യക്ഫുലൂനഹു, ഹൽ അദുല്ലുക്കും അലാ ബൈത്തിൻ യക്ഫുലൂനഹു ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഈ കുട്ടിക്ക് മുല കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു വീട്ടുകാരെ ഞാൻ പറഞ്ഞു തരട്ടെയോ? വഹും ലഹു നാസിഹൂൻ, ആ കുട്ടിനെ അവർ നന്നായി നോക്കിക്കോളും എന്ന്. മാഷാ അല്ലാഹ്. നിങ്ങൾ ആലോചിക്കുക അള്ളാൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ രീതി. ഇത് ഹറാമാക്കിയ അള്ളാഹ്. നമുക്കും പലതും അങ്ങനെ അള്ളാഹു ചെയ്തു തരുന്നേ. നമ്മളടുത്തേക്ക് കയ്യെത്താത്ത ഒരവസ്ഥ വരുന്നേ. അതാണല്ലോ ഇവിടെ സംഭവിച്ചത്, അല്ലേ? ഈ കുട്ടിയെ തൊടാൻ ഇവർക്ക് സാധ്യമല്ലാത്ത ഒരവസ്ഥ അള്ളാഹു ഉണ്ടാക്കിയതാണ്. ഇത് കേവലം ഒരു മിത്തല്ല, ഐതിഹ്യമല്ല, കെട്ടുകഥല്ല ഈ പറയുന്നത്. ലോകത്ത് നടന്ന സംഭവമാണ്, ഇനിയും നടക്കേണ്ടതാണ്. മുസ്ലിം ഉമ്മത്തിന്റെ മേൽ കൈവക്കാൻ ഹറംന എന്ന് അള്ളാഹു പറഞ്ഞ് നമുക്ക് ശക്തി പകരുന്ന ഒരു കാലം വരൂലേ? വരും. പക്ഷെ നമ്മൾ ആരാകണം? നമ്മൾ ഉമ്മ മൂസ ആകണം. നമ്മളെ പ്രശ്നം അതാ. വല്ലാത്ത രസല്ലേ? അങ്ങനെ ഈ കുട്ടി, അള്ളാഹു തആലയുടെ ഒരു വാക്കുണ്ട്, ഫറദദ്നാഹു ഇലാ ഉമ്മിഹി. അള്ളാഹ് പറയാം, ഫറദദ്നാഹു ഇലാ ഉമ്മിഹി, മൂസയുടെ ഉമ്മായുടെ അടുത്തേക്ക് നാം മടക്കി കൊടുത്തു.
കൈ എന്തിനാ തഖറ ഐനഹാ വലാ തഹ്സൻ. യാ സലാം. അവൾക്ക് സന്തോഷം ഇരട്ടിയാകാൻ, അവളുടെ കണ്ണിന് കുളിർമയുണ്ടാകാൻ, അവളിനി ഒരിക്കലും ദുഃഖിക്കാതിരിക്കാൻ ഉമ്മക്ക് തിരിച്ചു കൊടുത്തു. അങ്ങനെ ഉമ്മായുടെ കൂടെയാണ് ഈ കുട്ടി വളരുന്നത്. കൊട്ടാരത്തിൻ്റെ ശിക്ഷണത്തിൽ, കൊട്ടാരത്തിൻ്റെ മുഴുവൻ ചെലവിൽ. നിങ്ങൾ ആലോചിക്കുക, ആരായി വളർന്ന് കുട്ടി വലുതായി. മുഴുവൻ ചരിത്രം നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് മുഹറമിലേക്ക് എത്തണമല്ലോ. വലുതായി കുട്ടിയുടെ ഒരു യുവത്വത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ അന്ന് പാറിപ്പറന്ന് നടക്കുകയാണ് മൂസ. കാരണം കൊട്ടാരത്തിലെ കുഞ്ഞല്ലേ, ആരും തൊടൂല, ആരും ഒന്നും ചെയ്യൂല. ഭയങ്കര ധൈര്യമാണ്, നല്ല സുമുഖനാണ്, ആരോഗ്യവാനാണ്, ദൃഢഗാത്രനാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം കൊട്ടാരത്തിലെ കുഞ്ഞാണ്. അങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം ആ പട്ടണത്തിലേക്ക് ചെന്ന് ഒരു കഥ, ഒരു സംഭവം ഉണ്ടാവുകയാണ്. രണ്ടാളുകൾ തമ്മിൽ ഭയങ്കരമായിട്ട് ഇടികൂടുണ്ട്. ഒരാൾ മൂസയുടെ കുടുംബത്തിൽ ബനു ഇസ്രായേലിൽപ്പെട്ടതാണ്, ഒരാൾ മറ്റേ ഫറോവയുടെ കുടുംബത്തിൽപ്പെട്ടത്. അപ്പോൾ ഫസ്തഗാസഹു അല്ലദീ മിൻ ശിഅതിഹി, മൂസ പോണ കണ്ടപ്പോൾ മൂസായുടെ ഗോത്രത്തിൽപ്പെട്ട മനുഷ്യൻ വിളിച്ചു, എടാ എന്നെ സഹായിക്കുക എന്ന് പറഞ്ഞു. മൂപ്പര് ചെന്ന് സഹായിച്ച്. ഫവക്കസഹു മൂസ, മറ്റൊന്നൊരു ഇടിച്ചപ്പോൾ ഫഖദ അലൈഹി, കഥ കഴിഞ്ഞു. ഖുർആൻ പറഞ്ഞുതരാം വളരെ മനോഹരമായിട്ട്. പക്ഷേ അവിടെയാണ് നമ്മളെ വിഷയം. മൂസാക്ക് തെറ്റുപറ്റി. മൂസ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു പ്രവാചകനാക്കാൻ വേണ്ടി റെഡിയാക്കി കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, തെറ്റുപറ്റിയാൽ നല്ല മനുഷ്യരുടെ ഉള്ളിൽ വരുന്ന വികാരമെന്താ. മൂസ അലൈഹി ഇസ്ലാം തെറ്റുപറ്റിയെന്ന് ബോധ്യമായപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞ വാചകം റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി, റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി. നമ്മുടെ ഉള്ളിലത് ഉണ്ടാകണം. മൂസ അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയാണ് ഒന്നാമത്തെ പ്രാർത്ഥന ജീവിതത്തിൽ. നമുക്കിതാണ്, നമ്മൾ പിടിച്ചു നിൽക്കരുത്. നമ്മൾ പറയണം റബ്ബി ഇന്നി ളലംതു നഫ്സി, റബ്ബേ ഞാൻ എന്നോട് തന്നെയാണ് അക്രമം ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നേണ്ടത് അതാണ്, ഞാൻ അയാളെ ദ്രോഹിച്ചു എന്നല്ല, എന്നെ ദ്രോഹിച്ചു. അതുകൊണ്ട് ഫഗ്ഫിർലി, എനിക്ക് നീ പുറത്തു തരണം. മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ആദ്യത്തെ പ്രാർത്ഥന അതാണ്. വല്ലാത്തൊരു പ്രാർത്ഥനയല്ലേ? എന്ന് മാത്രമല്ല വേറൊന്നും കൂടി പറയുന്നുണ്ട്, അതാണ് അതിലേറെ മനോഹരം. റബ്ബി ബിമാ അൻഅംതു അലയ്യ, അതൊരു വാഗ്ദത്തമാണ്, പ്രാർത്ഥനയല്ല. റബ്ബിനോട് പറയാം, റബ്ബി ബിമാ അൻഅംതു അലയ്യ ഫലൻ അകൂന ളഹീറൽ മുജ്രിമീൻ, അല്ലാഹുവേ ഇതിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തി, നീ നല്ല അനുഗ്രഹിച്ചാൽ ഞാൻ ഒരിക്കലും ഫലൻ അകൂന ളഹീറൽ മുജ്രിമീൻ, ഞാനിനി മുജ്രിമീങ്ങൾക്ക് ലഹീറാവില്ല. ലഹീർ എന്ന് പറഞ്ഞാൽ സഹായി, മുജ്രിമീൻ എന്ന് പറഞ്ഞാൽ കുറ്റവാളി. ഇനി ഒരു കുറ്റവാളിയെ ഞാൻ സഹായിക്കില്ല, എന്നെ രക്ഷപ്പെടുത്തണേ എന്ന്. എല്ലാവർക്കും അറിയാലോ അന്ന്. എന്നിട്ടിങ്ങനെ മൂസ അലൈഹി ഇസ്ലാം വല്ലാത്ത ഭയത്തിലായിരുന്നു, എന്തോ തനിക്ക് സംഭവിക്കുമെന്ന പേടി. അങ്ങനെയാണ് മൂസ അലൈഹി ഇസ്ലാം ഹിജ്റ പോകാൻ ആഗ്രഹിക്കുന്നത്. ഇനിയാണ് പ്രശ്നം. മൂപ്പർ പോകാൻ തീരുമാനിച്ചു നാട്ടിൽ നിന്ന്. ഈജിപ്തിലാണുള്ളത്, ഈജിപ്തിൽ നിന്ന് പോകാൻ തീരുമാനിച്ചു. കാരണം ഇവിടെ ശരിയാവില്ല. പോകാൻ തീരുമാനിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വേറൊരു സംഭവം ഇതേമാതിരി കാണും. രണ്ടാമത്തെ സംഭവം, വീണ്ടും അവിടെ പോയി സഹായിക്കാൻ പോയപ്പോൾ അപ്പുറത്തവൻ പറഞ്ഞു, യാ മൂസ അതുരീദു അൻ തഖ്തുലനി കമാ ഖതൽത നഫ്സൻ ബിൽ അംസ്. ആളൊക്കെ കൂടി ആൾക്കാരടിയെന്നാ ചോദിക്കും, എടാ മൂസ ഇന്നലെ ഈ ഒരുത്തരെ കൊന്നിണ്, അങ്ങനെ ഇന്ന് എന്നെ കൊല്ലാമെന്നാണോ നിന്റെ ധാരണ? ഓഹോ ഇൻ തുരീദു ഇല്ല അൻ തകൂന ജബ്ബാറൻ ഫിൽ അർദ്, നീ കൊട്ടാരത്തിൽ ജനിച്ച് വളർന്നവനല്ലേ, അപ്പം നീ ഇവിടെ ഒരു സ്വച്ഛാധിപതിയായി വാഴാമെന്നാണോ നിന്റെ ധാരണ? അത് കേട്ടുകൂടി പറ്റ പേടിയായി, വിറച്ചുപോയി. വിറച്ച് നിൽക്കുന്ന സമയത്താണ് ഒരാൾ ഓടി വരുന്നുണ്ട് മൂസായുടെ അടുത്ത്. വജാഅ റജുലുൻ മിൻ അഖ്സൽ മദീനതി യസ്അ, ഓടി വരിക. ഈ ദൂരത്ത് ഓടി വന്നിട്ട് പറയുന്നുണ്ട്, മൂസ ഇന്നൽ മലാഇക യഅ്തമിറൂന ബിക ലിയഖ്തുലൂക, സമൂഹം നിന്നെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഫഖ്റുജ്
ഇന്നി ലക മിനൻ നാസിഹീൻ, വേഗം പൊയ്ക്കോ ഇവിടുന്ന്, ഞാൻ നിന്നോട് ഇഷ്ടമുള്ളതുകൊണ്ട് പറഞ്ഞു തരാം. അങ്ങനെയാണ് മൂസ അലൈഹിസ്സലാം മദിയനിലേക്ക് പോകുന്നത്. ആ മദിയൻ യാത്ര മൂസ അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിലെ വല്ലാത്തൊരു സംഭവമാണ്. ചരിത്രം നിങ്ങൾക്കറിയാലോ. അദ്ദേഹം മദിയനിലേക്ക് മദിയനിലെത്തിയപ്പോൾ ഈജിപ്ത് മദിയനിലേക്ക് യാത്ര ചെയ്ത് അവിടെ എത്തി. അപ്പോൾ ഒരു സംഭവം ഉണ്ടാവുകയാണ്. അവിടെ കുറേ ആളുകൾ ഒരു തടാകത്തിൻ്റെ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. അവരുടെ മൃഗങ്ങൾക്ക് വെള്ളം കോരി കൊടുക്കാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ അതിൽ 2 പെൺകുട്ടികൾ ഇങ്ങനെ ദൂരെ മാറി നിൽക്കുന്നുണ്ട്. ആ പെൺകുട്ടികൾ മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് അങ്ങോട്ട് ചെന്ന് പുരുഷന്മാരെ അടിയിൽ ചെന്ന് വെള്ളം കോരാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് മാറി നിന്നു. അപ്പോൾ ഇദ്ദേഹം ഈ കുട്ടികൾക്ക് വേണ്ടി ഫസഖാലഹുമാ, ഈ 2 പെൺകുട്ടികൾക്ക് വേണ്ടി വെള്ളം എടുത്തു കൊടുത്തു. ഇനിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ആ സമയത്തുള്ള മൂസായുടെ മനോഗതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്തായിരിക്കും? ആരുമില്ല, ഒരു നാട്ടിൽ നിന്ന് കൊല നടത്തി പേടിച്ച്, ഭരണാധികാരിയെ പേടിച്ച് ഓടുകയാണ്. ഓടുമ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ആ പെൺകുട്ടികളെ സഹായിച്ചു. എന്നിട്ട് സുമ്മ തവല്ല ഇലദ്ദിൽ, തൊട്ടടുത്ത് കണ്ട ഒരു മരത്തണലിലേക്ക് മാറി നിന്നു. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്. അതാണ് മൂസാ നബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ പ്രാർത്ഥന. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. നമ്മൾ ജീവിതത്തിൽ മറന്നു പോകരുത് ഈ പ്രാർത്ഥന ഒരിക്കലും. ഭയങ്കര ഇതാണ് മൂസാ നബിയുടെ ജീവിതത്തെ ഓപ്പൺ ചെയ്തത്. റബ്ബി, എൻ്റെ നാഥ, ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ, എന്ത് നന്മ നീ ഇപ്പോൾ നൽകിയാലും ഞാൻ ആരാ? ഫഖീർ, ഞാൻ അതിന് ആവശ്യക്കാരനാണ്. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അവിടുന്നാണ് മുഴുവൻ സംഭവങ്ങളും ഉണ്ടാകുന്നത്. കഥ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറയണ്ടല്ലോ. ആ കുട്ടികൾ ചെന്ന് വീട്ടിൽ വിവരം പറഞ്ഞു. വീട്ടുകാരൻ അയാളെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞയച്ചു. ചെല്ലുമ്പോൾ ആരാതെന്ന് അറിയില്ല. പക്ഷേ കഥ മുഴുവൻ പറയുന്നു, സംഭവിച്ചത് മുഴുവൻ പറയുന്നു. അപ്പോൾ അദ്ദേഹം സമാധാനിപ്പിക്കുകയാണ്. ലാ തഖഫ്, ലാ തഖഫ്, നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ. ഭയങ്കര ആദ്യം അദ്ദേഹത്തിന് കിട്ടുന്ന സഹായം അതാണ്. ഈ പ്രാർത്ഥനയുടെ ആദ്യത്തെ ഒരാളെ നമ്മളോട് ഇങ്ങനൊരു വാക്ക് പറയാനുണ്ടാകുക, ലോകത്തെന്താ സംഭവിക്കുക? നജൗത മിനൽ, നീ പേടിക്കണ്ട, നീ സകല അക്രമികളുടെ അടുത്ത് നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു. ഹായ്, അള്ളാഹു ആ മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ചതാ. ചരിത്രം പറയുന്നത് ഷുഐബ് അലൈഹിസ്സലാമാണ് ആ മനുഷ്യൻ എന്ന്. ഭയങ്കരല്ലേ? പിന്നെ അങ്ങോട്ടുള്ള ജീവിതത്തിലെ മുഴുവൻ അനുഭവങ്ങളും അതിമനോഹരമാണ് അല്ലേ? ആരാരുമില്ല എന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് സ്വന്തം പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കുക. 2 കുട്ടികളെ കാണിച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാനാണ് പറഞ്ഞത്. പേടിക്കണ്ട, നീ ഇവിടെ നിന്നോ, പ്രശ്നമൊന്നുമില്ല, നിനക്ക് വിവാഹം ചെയ്തു തരാം. എന്ത് വേണം? മെഹർ വേണം. മെഹർ എന്താ? അത് 8-10 വർഷം എൻ്റെ കൂടെ ജോലി ചെയ്യണം. അതാ ഭയങ്കരല്ലേ? വല്ലാത്തൊരു സംഭവമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഭയങ്കര സംഭവമല്ലേ ഇത്? നമ്മൾ തീരെ ആലോചിക്കാത്തൊരു പ്രാർത്ഥനയാണ്. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. വല്ലാത്തൊരു പ്രാർത്ഥന, വിട്ടുപോകരുത്. ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ നമ്മുടെ ഉള്ളിൽ അള്ളാഹു ഉണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയ്ക്ക് സാധിക്കും. ഭയങ്കര. അതുകൊണ്ടാണ് വിവാഹം നടക്കാത്ത മനുഷ്യരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പണ്ഡിതന്മാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. കാരണം മൂസാ അലൈഹി സ്വലാമിന് ആദ്യം കിട്ടിയത് സമാധാനമാണ്, 2ാമത് കിട്ടിയതോ അതല്ലേ സംഭവം അല്ലേ? ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി, ജോലി കിട്ടാത്തവർ പ്രാർത്ഥിക്കുകയും, പക്ഷേ ഉള്ളിൽ വേണം അള്ളാഹു എനിക്ക് തരുമെന്ന ഉറപ്പുണ്ടാകണം. ഇത് ഭയങ്കര പ്രാർത്ഥനയാണ്. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. മൂസാ നബിക്ക് ഭാര്യയെ കിട്ടിയെങ്കിൽ, മൂസാ നബിക്ക് ഒരു അത്താണി കിട്ടിയെങ്കിൽ, മൂസാ നബിക്ക് ഒരു നല്ല അമോശനെ കിട്ടിയെങ്കിൽ, മൂസാ നബിക്ക് ഒരു നല്ല ജീവിതം കിട്ടിയെങ്കിൽ, ഞാൻ അതൊന്നുമല്ല. ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുക.
തിരിച്ചു പോകുമ്പോഴാണല്ലോ മൂസാ നബിക്ക് വഹി കിട്ടുന്നത്. തിരിച്ചു പോകുമ്പോൾ വഴിയിൽ വെച്ചാണ് ഒരു വെളിച്ചം കാണുന്നത്. ആ വെളിച്ചത്തിൻ്റെ അടുത്ത് നട്ടപ്പാതിരക്കാണ്. ഭാര്യനെ അവിടെ നിർത്തിയിട്ട് ഞാൻ അവിടെ കുറച്ച് വെളിച്ചം കാണുന്നുണ്ട്, വല്ല വെളിച്ചം കൊളുത്തിയെടുക്കാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞ് പോവുകയാണ്. അവിടെ വെച്ചാണ് ആദ്യത്തെ വഹി കിട്ടുന്നത്. മൂസാ നബിയായി പ്രഖ്യാപിക്കപ്പെടുന്നത് അവിടുന്നാണ്. നോക്കൂ നിങ്ങൾ ആ പ്രാർത്ഥനയുടെ ശക്തി. ആ വെളിച്ചത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ചെന്ന് നിൽക്കുമ്പോഴാണ് ഒരു അശരീരി, യാ മൂസ ഇന്നി ഇസ്തഫൈതുക അലന്നാസി ബിരിസാലാതി വബികലാമി വഖുദ് മാ അതൈതുക വകും മിനശ് ശാകിരീൻ. എന്ത് രസമാണ് ആ വാക്കുകൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിജനമായ ഒരു അന്തരീക്ഷം, ആരുമില്ല. ഒരു വെളിച്ചത്തിൽ നിന്ന് കേൾക്കുന്ന അശരീരി എന്താ? മൂസ ഇന്നി ഇസ്തഫൈതുക അലന്നാസി ബിരിസാലാതി, ഞാനിതാ എൻ്റെ ദൗത്യം നിന്നെ ഏൽപ്പിക്കുകയാണ്. ജനങ്ങൾക്ക് വേണ്ടി ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എൻ്റെ റിസാലത്ത്, എൻ്റെ ദൗത്യവുമായി, വബികലാമി, എൻ്റെ ഈ സംസാരവുമായി നീ ജനങ്ങളിലേക്ക് പോകണം. വഖുദ് മാ അതൈതുക, ഞാനിതാ നിനക്ക് ചിലത് നൽകാൻ പോകുന്നു, അത് നീ സ്വീകരിക്കണം. വകും മിനശ് ശാകിരീൻ, അങ്ങനെ ശുക്റുള്ളവനായി നീ മാറണം. ഓ, നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് അതാണ്. വകുൻ മിനശ് ശാകിരീൻ. അള്ളാഹു മൂസാ നബിയോട് നൽകിയ ആദ്യത്തെ കൽപ്പന ഏതാ നിങ്ങൾക്കറിയും? ഏതാ? വകുൻ മിനശ് ശാകിരീൻ. വകുൻ മിനശ് ശാകിരീൻ. ആദ്യത്തെ കൽപ്പന ശുക്റാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമുക്ക് തീരെ ഇല്ലാത്ത സാധനത്തിൻ്റെ പേരാണ് അത്. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഒരു മനുഷ്യനോട് ചിരിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കണ്ടേ? ഒരു നല്ല മുഖം കാണിക്കണമെങ്കിൽ, ഒരു നല്ല വാക്ക് പറയണമെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? നമ്മുടെ ഉള്ളിൽ ഈ സാധനം വിരിയുന്നില്ല, ശുക്രുണ്ടാകുന്നില്ല. എൻ്റേതാണ് ഇതൊക്കെ എന്നാ വിചാരം. ഞാൻ ചെയ്തു, ഞാൻ ഈ ഞാനിന്മേലെ എല്ലാവരും ഉള്ളത്. ഇപ്പോഴും ഈ ഞാനിനുണ്ടാകാൻ അറുത്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ സഹോദരന്മാരെ ശുക്ർ വരൂല. ഒന്നും നമ്മളതല്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അതുകൊണ്ടാണത് കൻസുൻ മിൻ കുനൂസിൽ ജന്ന. നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന വാക്ക് സ്വർഗത്തിൽ നിന്നുള്ള നിധിയായത് എങ്ങനെയാ? അതവിടുന്ന് മനസ്സിലാക്കണം. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. ഇവിടുന്ന് മനസ്സിലാക്കണം. എന്നിട്ട് കൊടുക്കല്ലേ. രണ്ടാമത്തെ കൽപ്പന ഉസ്ലുക് യദക ഫീ ജൈബിക്, നിന്റെ ഏത് നീ കീശയിലിടും. കീശകാലി ഒന്നുമില്ല, പക്ഷേ തഖ്റുജ് ബൈദാ മിൻ ഗൈരി സൂ. നീ വെളിച്ചത്തിന് വേണ്ടി വന്നാലേ, വെളിച്ചം വേണ്ടി വന്നല്ലേ, ടോർച്ച് തരാ. ഏതാ ടോർച്ച്? കയ്യ് കീശയിലിട്, പുറത്തേക്ക് എടുത്താൽ തഖ്റുജ് ബൈദാ, ഭയങ്കര വെളിച്ചം. മിൻ ഗൈരി സൂ. എന്തൊക്കെ രസ. തീരൂല. നിരന്തരമായി കൊടുത്തു. ചോദിക്കുന്നുണ്ട്, എന്തിനാണ് എനിക്ക് ആ വടിന്ന് വെക്കും? ഒരു വടിൻ്റെ ആയിരുന്നു കയ്യിൽ. വമാ തിൽക ബിയമീനിക യാ മൂസ. ചോദ്യമാണ്. മൂസാ നബി മറിയമ്മയോട് എന്താടാ നിന്റെ വലം കയ്യിൽ എന്നാ ചോദിച്ചേ? ഒന്നുമില്ല, അതിൻ്റെ വടിയാണ്. എന്തിനാണത്? അതവക്കഉ അലൈഹാ വഅഹുശു അലാ ഗനമി വലിയ ഫീഹാ മആരിബു ഉഖറ. ഞാൻ എവിടെയെങ്കിലും കയറ്റൊക്കെ കയറുമ്പോൾ അതിന്മേൽ കുത്തിപ്പിടിക്കും, അല്ലെങ്കിൽ എൻ്റെ ആടുകൾക്ക് ഇല ഒഴിച്ചു കൊടുക്കും. വേറെ കുറേ. അപ്പോഴല്ലേ വടിയിടാൻ പറയുന്നത് നിലത്ത്. ഇട്ടപ്പോൾ അത് വലിയൊരു സർപ്പമായി. എപ്പോൾ? ആരുമില്ല. അള്ളാഹുവിൻ്റെ ആയത്തുകളെ കാണിച്ചു. സഹോദരന്മാർ, നമുക്ക് എത്ര ആയത്തുകൾ അള്ളാഹു കാണിച്ചെന്ന്, പക്ഷെ നമ്മളൊന്നും കണ്ടിട്ടില്ല. അതാണ് നമ്മളെ പ്രശ്നം. കാണാൻ സാധിക്കുന്നില്ല നമുക്ക്. ആ സമയത്താണ് എന്നിട്ടാണ് മൂസാ അലൈഹി ഇസ്ലാമിനോട് പറയുന്നത്, ഇനി ഇവിടെ നിൽക്കേണ്ട, വേഗം പോയിക്കോ, ഈജിപ്തിലേക്ക് പോ. എന്നിട്ട് ഫറോവയുടെ അടുത്ത് പോകണം, അവനോട് ഇത് പറഞ്ഞു കൊടുക്കണം. ഇദ്ഹബ് അൻത വഅഖൂക ബിആയാതി. ഇത് പറഞ്ഞു കൊടുക്കണം എന്ന് പറയുമ്പോൾ മൂസാ നബി ആവശ്യപ്പെടുന്നുണ്ട് അള്ളാഹുവിനോട്, അള്ളാഹുവേ, നിനക്കറിയാലോ എനിക്ക് ഒറ്റയ്ക്ക് കഴിയില്ല, അതുകൊണ്ട് എനിക്കൊരു സഹായിയെ തരണം. അതൊരു വല്ലാത്ത വാക്കാണ്. അതിനും ഒരു പ്രാർത്ഥന മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രാർത്ഥനയാണ് റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി
വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നമ്മളൊക്കെ പ്രതിസന്ധികൾ വരുമ്പോൾ അന്തം വിട്ട് നിൽക്കരുത്. ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്, നമുക്ക് അയാളോടൊരു കാര്യം പറഞ്ഞ് ഏൽപ്പിക്കാനുണ്ട് എന്ന് വെക്കുക. ഏൽപ്പിക്കണം, ഒരാളെ പറഞ്ഞ് ശരിയാക്കണം. നമുക്ക് തോന്നുകയാണ് എന്നെക്കൊണ്ടത് കഴിയില്ല. നോ, നിന്നെക്കൊണ്ട് കഴിയും. കാരണം അള്ളാഹു നിന്നെ ഏൽപ്പിച്ചതാണത്. എന്തേ ചെയ്യേണ്ടുള്ളൂ? മൂസാ നബി ചെയ്തത് ചെയ്താൽ മതി. മൂസാ നബി പ്രാർത്ഥിച്ചു, റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി. അള്ളാഹുവേ, എൻ്റെ ഹൃദയത്തിന് വിശാലത നൽകണം, എൻ്റെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരണം. വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, എനിക്ക് സംസാരിക്കാൻ ചെറിയ പ്രയാസമുണ്ട്, അതുകൊണ്ട് സംസാരം സ്ഫുടമാക്കി തരണം. വയഫ്ഖഹു ഖൗലി, ഞാൻ പറയുന്നത് ആളുകൾക്ക് മനസ്സിലാകണം. മതി. എന്നിട്ട് പോകുമ്പോഴാണ് വീണ്ടും ആവശ്യപ്പെടുന്നത്, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റൂല, എൻ്റെ സഹോദരനെ എനിക്കൊരു സഹായിയായി തരണം. അള്ളാഹു പറഞ്ഞു, ഓക്കെ തരാം. പിന്നെ രണ്ടാളോട് പറഞ്ഞു, ഇദ്ഹബ് അൻത വ അഖൂക ബിആയാതി, നീയും നിന്റെ സഹോദരനും ഈ ദൃഷ്ടാന്തങ്ങളുമായി അടയാളങ്ങളുമായി ചെല്ലണം ഫറോവയുടെ കൊട്ടാരത്തിലേക്ക്, പേടിച്ചു പോകരുത് എന്നൊരു വാചകം പറഞ്ഞു. അതാണ് മൂന്നാമത്തെ കൽപ്പന. വലാ തനിയാ ഫീ ദിക്രി, എന്നെ ദിക്ർ ചെയ്യുന്നതിൽ നീ ഒരിക്കലും അമാന്തം കാണിക്കരുത്. അതാണ് മൂന്നാമത്തെ വിഷയം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. മൂസാ നബി നമ്മളെ പഠിപ്പിച്ചത് ആ ദിക്റാണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ചെല്ലലല്ല. അല്ല, പ്രതിസന്ധികളാണെന്ന് നാം ജീവിതത്തിൽ കരുതുന്ന പ്രശ്നങ്ങളുടെ മുമ്പിൽ നമ്മൾ അന്തം വിട്ട് നിൽക്കാതിരിക്കുക. അതാണ് ദിക്ർ. കാരണം നമ്മുടെ കൂടെ ആരുണ്ട്? അതാണ് ദിക്ർ. മൂസാ അലൈഹിസ്സലാമിൻ്റെ ചരിത്രം മുഴുവൻ അതാണ്. എല്ലാ സ്ഥലത്തും അതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തുടർന്ന് അങ്ങോട്ടുള്ള ചരിത്രം അതല്ലേ. മൂസാ നബി പോകുന്നു, ആരുടെ അടുത്തേക്കാണ് പോണ്? തന്നെ പിടിച്ചു വിഴുങ്ങാൻ നിൽക്കുന്ന ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. പേടിച്ച് പോകും എന്ന് തോന്നുമ്പോൾ അള്ളാഹ് പറയുന്നൊരു വാക്കുണ്ട്, ഖാല ലാ തഖാഫ. ലാ തഖാഫ, ഇനി ആരാ അത് പറയാ? എന്നിട്ട് എന്താ കാരണം പറഞ്ഞത്? പേടിക്കരുത് രണ്ടുപേരും. എന്താ? ഇന്നനി മഅകുമാ, ഇന്നനി മഅകുമാ അസ്മഉ വ അറാ. നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഞാനില്ലേ നിങ്ങളെ കൂടെ. ആരായി ഞാൻ? ഈ ഞാൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തറവാട്ടിൽ പറഞ്ഞവൻ്റെ പേരല്ല, അള്ളാൻ്റെ പേരാണ്. ഞാനുണ്ട് നിങ്ങളുടെ കൂടെ, ഞാൻ നിങ്ങളെ കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ വീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. നിങ്ങൾ പോയിക്കോ, എൻ്റെ റഡാറിൽ നിന്ന് നിങ്ങൾ പോവില്ല. എന്താ രസം! ആരുടെ തണല്ല പോണ്? നമ്മളവിടേക്കാണ് സഹോദരന്മാരെ എത്തേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് എത്താൻ കഴിയണം അങ്ങോട്ട്. ആ ധൈര്യത്തിലാണ് പോയത്. ആരുണ്ട്? അള്ളാഹു ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ ധൈര്യം നിൽക്കേണ്ടത് അള്ളയാണ്, വേറെ ആരുമല്ല. നമ്മളെ സമ്പത്തല്ല, നമ്മുടെ തറവാടല്ല, നമ്മുടെ സഹോദരന്മാരല്ല, ഉപ്പയല്ല, ഉമ്മയല്ല, സിബ്ലിങ്സ് അല്ല, കൂട്ടുകാരല്ല, ആരുമല്ല. ഇന്നനി മഅകുമാ അസ്മഉ വ അറ. നോക്കൂ, അള്ളാഹു തആല മൂസാ നബിയെ അങ്ങോട്ട് വളർത്തുകയാണ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു തആല നമ്മളെ വളർത്തുക ഇങ്ങനെയാണ്, ഇഖ്തിബാറുകളിലൂടെയാണ്, അല്ലെങ്കിൽ ഇബ്തിലാകളിലൂടെയാണ്. രണ്ടും അതാണ്. ഒരു എക്സ്പീരിയൻസ് നോളജിനാണ് ശരിക്ക് എന്ത് പറയാം, ഇഖ്തിബാർ, ഇബ്തില എന്ന് പറയാം. നമ്മളത് പരീക്ഷണം എന്ന് പറഞ്ഞാണ്ട് ആ വാക്കൊന്ന് കേടുവരുത്തിയോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. എക്സ്പീരിയൻസ് നോളജ്, എക്സ്പീരിയൻസ് ഉണ്ടാകാൻ വേണ്ടി അള്ളാഹു എന്ത് ചെയ്യും? ഇങ്ങനെ ഓരോന്ന് തരും. നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയ പിന്നെ എന്താ ചെയ്യാൻ പറ്റില്ല? നിങ്ങളെ തളർത്താൻ കഴിയില്ല. എന്ത് രസമുണ്ട്! അതാണ്, അല്ലാതെ അള്ളാഹ് ബുദ്ധിമുട്ടിച്ചതല്ല. ഇതൊരു ആ ഒരു നോളജ് കൊടുത്തു. ആ നോളജിലാണ് യഥാർത്ഥത്തിൽ മൂസാ നബി എവിടെ എത്തുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ചെന്നില്ലേ അവിടെ? ചെന്ന് സംസാരിച്ചില്ലേ? എന്ത് മനോഹരമാണ്! ചെന്ന് സംസാരിക്കുമ്പോൾ ആദ്യത്തെ വാചകം എന്താ? വസ്സലാമു അലാ മനിത്തബഅൽ ഹുദ. അസ്സലാമു അലൈക്കും എന്നാ പറഞ്ഞത്. പക്ഷേ അലൈക്കും എന്നുള്ളതിന് പകരം അലാ മനിത്തബഅൽ ഹുദ, ഹുദയെ ഫോളോ ചെയ്താൽ നിനക്ക് സമാധാനം ഉണ്ടാകും എന്നാണ്. ഹുദ, ഞാൻ പറയുന്ന ഈ ഗൈഡ് ലൈൻ ഉണ്ടല്ലോ, അള്ളാഹു എന്നെ ഏൽപ്പിച്ചതാണ്. അത് ഞാൻ പറഞ്ഞുതരാം, നീ കേട്ടോ, നിനക്ക് സമാധാനം കിട്ടും എന്ന് പറഞ്ഞാൽ പോകുന്നു. സംസാരിച്ചു തുടങ്ങി. വലിയ വിഷയമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അവസാനം ഒരിക്കലും ഫറോവ വിജയിക്കാത്ത ഒരവസ്ഥ വന്നു.
ഫറോവക്ക് സ്വയം അനുഭവപ്പെട്ടു ഞാൻ പരാജയപ്പെട്ടു എന്ന്. തൻ്റെ സമൂഹത്തിനിടയിൽ അദ്ദേഹം മോശക്കാരനായി എന്ന ഒരു തോന്നൽ വന്നു. അതോടുകൂടി അദ്ദേഹം പ്രതികാരത്തിന് വേണ്ടി വന്നു. ഭയങ്കര പ്രതികാരമാണ്, വല്ലാത്ത ഒരു പ്രതികാരം. ആ പ്രതികാരത്തിൻ്റെ ഭാഗമായാണ് മൂസ അലൈഹിസ്സലാമിനെയും സമൂഹത്തെയും നാട്ടിൽ നിന്ന് തുരത്താൻ അദ്ദേഹം തീരുമാനിച്ചു. അല്ലെങ്കിൽ രക്ഷല്ല. അതേ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാമിന് വഹി നൽകി. ആ വഹി സൂറത്തു ഖസസ് വളരെ കൃത്യമായി പറഞ്ഞു തരും. സൂറത്തു താഹായിൽ ആ സംഭവം പറയുന്നുണ്ട്. കൃത്യമായ ഒരു വഹി. ആ വഹി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇന്നെന്ത് ചെയ്യണം? നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് പുറപ്പെടണം. മൂസാ നബീനോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഒന്നിച്ചു കൂടിയിട്ട് ഇവിടുന്ന് പുറപ്പെടണം. നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ട, നിങ്ങൾക്ക് ഞാൻ സ്വസ്ഥമായ ഒരു സ്ഥലം തരാം എന്ന്. വഔഹൈനാ ഇലാ മൂസ അൻ അസ്രി ബിഇബാദി, എൻ്റെ അടിമകളുമായി മൂസ ഇന്ന് രാത്രി തന്നെ പോകണം എന്ന് പറഞ്ഞു. ഇന്നക്കും മുത്തബഊൻ, കാരണം നിങ്ങളെ ഫോളോ ചെയ്യാൻ ഒരു സമൂഹം വരുന്നുണ്ട്. അത് ഏത് രാത്രിയാണ്? രണ്ടും ഒരേ രാത്രിയായിപ്പോയി. മനസ്സിലായില്ലേ? അങ്ങനെ ഫിറോൻ ഇവരെ പുറത്താക്കാൻ തീരുമാനിച്ച, പുറത്താക്കാൻ തീരുമാനിച്ച അതേ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. ചരിത്രം അങ്ങനെയാണ് മനസ്സിലാകുന്നത്. ഏതായാലും ചെണ്ട കൊട്ടി ബഹളം വെച്ച് മുഴുവൻ ബനൂ ഇസ്രായേൽക്കാരെയും പുറത്തിറക്കി. അവരെല്ലാവരും ഓടുകയാണ്. പിന്നാലെ ആരുണ്ട്? ഫറോവയുമുണ്ട്. ഫറോവ അവരെക്കുറിച്ച് ആ ഓട്ടത്തിൽ നടത്തുന്ന കുറച്ച് വർത്തമാനങ്ങളുണ്ട്. ഇന്ന ഹഉലാഇ ലശിർദിമത്തുൻ ഖലീലൂൻ, തൻ്റെ പട്ടാളക്കാരോട് പറയാം, തൻ്റെ ആൾക്കാരോട് പറയാം, ഇത് ഒരു ന്യൂനപക്ഷ സമൂഹം, ഒന്നും ചെയ്യാൻ കഴിയില്ല. വഇന്നഹും ലനാ ലഗായിദൂൻ, നമുക്ക് മൂക്കിൽ വലിക്കാനല്ലേ ഉള്ളൂ ഈ ടീം, എന്തിനാ ഭയപ്പെടുന്നത്? വഇന്നാ ലജമീഉൻ ഹാദിറൂൻ, അവർ തിരിച്ച് നമ്മൾ ആക്രമിക്കാൻ വന്നാൽ ഏത് വിധേനയും അവരോട് പൊരുതാൻ നമുക്ക് ശക്തിയില്ലേ? ഇത് അള്ളാന്റെ തീരുമാനമായിരുന്നു. അള്ളാഹ് പറയുന്നുണ്ട്, ഫഅഖ്റജ്നാഹും മിൻ ജന്നാത്തിൻ വഉയൂൻ. ഈ കോപ്റ്റിക് വംശത്തിൽപ്പെട്ട മുഴുവൻ ഭരണകർത്താക്കളെയും സുഖിയന്മാരെയും അവരുടെ കൊത്തളങ്ങളിൽ നിന്ന്, കൊട്ടാരങ്ങളിൽ നിന്ന് നാം പുറത്തേക്ക് ഇറക്കി. എന്തിനാ പോലെ ഇറങ്ങിയത്? ഇതിന് പിന്നാലെ ഓടാനാണ്. ഫറോവയുടെ പ്ലാൻ അതായിരുന്നു. ഓടിച്ചിട്ട് അവരെ ചെങ്കടലിൽ മുക്കി കൊല്ലാനാ പ്ലാൻ. ഓടിച്ച് അവസാനം എത്തിയവിടെ ചെങ്കടലില്ല, അവിടെ മുക്കി കൊല്ലാനാ പ്ലാൻ. അള്ളാഹുവിൻ്റെ പ്ലാൻ അതിനേക്കാൾ വലുതായിരുന്നു. അള്ളാഹു പ്ലാൻ ചെയ്യും, ഇവരും പ്ലാൻ ചെയ്യും, പക്ഷേ അള്ളാഹുവിൻ്റെ പ്ലാനായിരിക്കും വിജയിക്കുക. അതാണ് നമ്മൾ കണ്ടത്. അവരെല്ലാവരും ഒന്നിച്ച്, വകുനൂസിൻ വമഖാമിൻ കരീം, എല്ലാവരും ഒന്നിച്ച് പിന്നാലെ പോയി. അതെ, ഒരു പ്രഭാത സമയത്താണ് മൂസ അലൈഹിസ്സലാമിൻ്റെ സമൂഹവും ഫറോവയുടെ കിങ്കരന്മാരും ഫറോവയും കൂടി ചെങ്കടലിൻ്റെ തീരത്ത് വെച്ച് കണ്ടുമുട്ടുന്നത്. ആ കണ്ടുമുട്ടുന്ന രംഗം ഖുർആൻ പറയുന്നുണ്ട്. ഫലമ്മാ തറാ ഫഅത്ബഉഹും മുശ്രിഖീൻ, ശുറൂഖ് സമയം, പ്രഭാത സമയം. ഫഅഖ്റജ്നാഹും മിൻ ഫലമ്മാ തറാ അൽ ജംആൻ ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. ഈ രണ്ട് സമൂഹവും അവിടെ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ മൂസാ നബിയുടെ കൂടെയുള്ളവർ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു പോയി, അയ്യോ ഇതാ പിടികൂടാൻ പോണ്. സ്വാഭാവികമാണ്, നാട്ടുകാരല്ലേ പറഞ്ഞു. പക്ഷേ മൂസാ നബി പറഞ്ഞൊരു വാക്കുണ്ട്, അതാണ് ഏറ്റവും വലിയ ദിക്റായി നമ്മൾ പറയേണ്ടത്. നമ്മൾ ഒരുപാട് ദിക്റൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ദിക്ർ അതെന്താ? ഖല്ലാ ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞോ അത്? ഖല്ലാ, അങ്ങനെ സംഭവിക്കൂലേ, അങ്ങനെ സംഭവിക്കുന്ന പ്രശ്നമേ ഇല്ല. എന്താ ധൈര്യം? കപ്പലുണ്ടോ? ബോട്ടുണ്ടോ? അപ്പുറത്ത് കടലല്ലേ, ഇപ്പുറത്ത് ഇവന്റെ സൈന്യമല്ലേ, മഹാസൈന്യമല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താ ധൈര്യം? ആ ധൈര്യമാണ് ഇഖ്തിബാറും ഇബ്തിലാഉം നടത്തി മൂസയിൽ അള്ളാഹു ഉണ്ടാക്കിയത്. നമുക്ക് കിട്ടേണ്ടതാണ്. നമ്മൾ വല്ല ഇബ്തിലാവും ഇഖ്തിബാറും വരുമ്പോൾ നമ്മൾ പറയും, അയ്യോ എനിക്ക് വല്ലാത്ത പരീക്ഷണമാണ്, എന്തിനാണ് എന്നെ അള്ളാഹു ഇങ്ങനെ പരീക്ഷിക്കണത്, എന്തിനാണ് അള്ളാഹു എന്നെ, എന്തൊക്കെ നമ്മൾ പറയണ വാചകം. എപ്പോഴെങ്കിലും ചിന്തിച്ചോ മൂസാ നബിയെ കുറിച്ച് അലൈഹിസ്സലാം? മൂസാ നബിയെ അള്ളാഹു റെഡിയാക്കിയതാ ഈ വാക്ക് പറയാൻ. ഏത് വാക്ക്?
സഹോദരന്മാരെ, അവിടേക്കാണ് നമ്മൾ എത്തേണ്ടത്. ഈ വാക്ക് വരണം. ഇതാണ് ഏറ്റവും വലിയ ദിക്ർ എന്ന് പറഞ്ഞത്. ഖല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. എൻ്റെ വാപ്പുണ്ട് എന്നല്ല പറഞ്ഞത്, എൻ്റെ ഉമ്മ ഉണ്ട്, എൻ്റെ വൈഫുണ്ട്, എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, എൻ്റെ ഫാമിലി ഉണ്ട്, എനിക്ക് വലിയൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, എൻ്റെ ബിസിനസ് ഉണ്ട്. നോ, ഇന്ന മഅയ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, എന്നെ വളർത്തുന്നവനുണ്ട്, എന്നെ സംരക്ഷിക്കുന്നവനുണ്ട്. ഞാനിതിനെ പേടിക്കണം. സയഹ്ദീൻ, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും. സഹോദരന്മാരെ, എന്നാണ് നമ്മൾ അങ്ങോട്ട് എത്തുക? അന്നാണ് നമ്മൾ രക്ഷപ്പെടുക. അന്ന് നമ്മളും കിടക്കും കടല്. ഇപ്പം കടന്നാൽ ചിലപ്പോൾ നമ്മൾ മുങ്ങിച്ചത്തുപോകും. എന്നാണോ ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തുന്നത്, അന്ന് നമ്മൾ രക്ഷപ്പെടും. എന്താ സംഭവിച്ചത്? മൂസാ നബിയുടെ ദൃഢത, സ്ഥൈര്യം അള്ളാഹുവിന് ബോധ്യമായി. മൂസാ നബിയുടെ വിശ്വാസത്തിൻ്റെ ആ ദൃഢത ബോധ്യമായി. മൂസാ നബിയുടെ അള്ളാഹു പറയാ, فأوحينا إلى موسى أن اضرب بعصاك الحجر. മൂസ അടിക്ക്, അസാക്കൽ ബഹർ, ഹജറല്ല ബഹർ, സമുദ്രത്തെ അടിക്കുന്നതിൻ്റെ വടിയുണ്ട്. ചോദിച്ചില്ല മൂസ, ഈ വടിയുണ്ട് അടിച്ചാൽ എന്താ സംഭവിക്കും? വല്ലതും സംഭവിക്കുമോ? സംഭവിക്കും. അത് മൂസാക്കറിയാം സംഭവിക്കുമെന്ന് അലൈഹിസ്സലാം. പക്ഷെ നമുക്കറിയില്ല, നമുക്ക് വിശ്വാസേ ഇല്ല, നമ്മൾ അതിലേക്ക് എത്തിയിട്ടില്ല. നമ്മുടേതാണ് ഖുർആൻ എന്ന് പറയാന്നല്ലാതെ ഖുർആൻ വായിച്ചിട്ട് ഒരു വാക്കെങ്കിലും, ഒരു വാചകമെങ്കിലും, ഒരു വചനമെങ്കിലും നമ്മളെ സ്വാധീനിച്ചതായിട്ട് പറയാൻ നമുക്കുണ്ടോ? ഒന്നാലോചിച്ചു. അൽ കഹ്ഫ് ഓതിയല്ലേ കഴിഞ്ഞ വെള്ളിയാഴ്ച എല്ലാവരും? അതിൽ മൂസാ നബിൻ്റെ കഥ അല്ലേ? ഒരു ചരിത്രമെങ്കിലും, മൂസാ അലൈഹി ഇസ്ലാമയുടെ ഒരു ചരിത്രമെങ്കിലും നമ്മളെ സ്വാധീനിച്ചോ? എവിടെയെങ്കിലും നമ്മളെ പ്രതിഷ്ഠിച്ച് നോക്കിയോ? മൂസായുടെ സ്ഥലത്ത് മൂസനെ കണ്ട് എടുത്തിട്ട് നമ്മളൊന്ന് ഫിറ്റ് ചെയ്ത് നോക്ക്. ഇപ്പൊ അതിന്റെ കാലാണല്ലോ, ഡബിങ്ങിന്റെ കാലാണല്ലോ. ഒന്ന് ഡബ് ചെയ്ത് നോക്ക് കഥ, ചെയ്തു നോക്കണ്ടേ? നമ്മളെന്താവും? അടിച്ചപ്പോൾ എന്താ ഉണ്ടായത്? ഫൻഫലഖ് ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അദീം. സമുദ്രം രണ്ടായി ഇങ്ങനെ പിളർന്നു നിന്ന്. ഭയങ്കര അത്ഭുതമല്ലേ? എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചിട്ടില്ല, അള്ളാൻ്റെ കൽപ്പനയാണ്. കാരണം അള്ളാൻ്റെതാണ് സമുദ്രം, അള്ളാഹുവിൻ്റെതാണ് വെള്ളം, നിയമവും ആരുതാ? അള്ളാഹുവിൻ്റെതാണ്. മനുഷ്യനൊരു പങ്കുമില്ല, അതിൽ ഒരു പങ്കുമില്ല. ചിലരൊക്കെ പറഞ്ഞ ആ വടിയുടെ അറ്റത്തെ ഒരുപാട് വൃക്ഷങ്ങൾ അടിച്ച വടിയാണല്ലോ. അപ്പം അതിൻ്റെ അറ്റത്ത് പലതരത്തിലുള്ള കെമിക്കൽസും ഉണ്ടായിരുന്നു, ഈ വൃക്ഷങ്ങളിൽ നിന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതും വെള്ളവും കൂടി തമ്മിൽ നടന്ന രാസപ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ്, ഒരു കെമിക്കൽ റിയാക്ഷനാണ്. അതുകൊണ്ടാണ്. എന്നാൽ പിന്നെ അല്ലെങ്കിൽ അതിന് മുമ്പോ എന്തെങ്കിലും ഇങ്ങനെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായിണോ? പറയട്ടെ, വെറുതെ പറയാം. വിശ്വാസമല്ല, ഞാൻ അങ്ങനെയാണ് മനുഷ്യന്. അള്ളാനെ മനസ്സിലാകാൻ ഞാൻ അങ്ങനെയാണ്. അള്ളാനെ മനസ്സിലാകണം ആദ്യം, അപ്പം ശരിയാവും. അതാണ് പ്രശ്നം. നോക്കിക്കുന്നത് രണ്ട് മല പോലെ, എത്ര രസകരമായാണ് അത് എന്നത്. മൂസാ അലൈഹി ഇസ്ലാമിനോട് പോകാൻ പറഞ്ഞു. മൂസാ നബി അതിൻ്റെ ഇടയിലൂടെ ഇറങ്ങിയാണ് നടന്നു. മാഷാ അല്ലാഹ്. ഇറങ്ങി നടന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പിന്നാലെ നോക്കുമ്പോഴാണ്, പിന്നാലേക്ക് നോക്കിയില്ലേ, എന്താ കാര്യം? ഇയാൾ പിന്നാലെ വരൂലേ? അയാൾ വന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ മനോഹരമായി അത് പറഞ്ഞത് രണ്ട് വാക്കാ. വഅൻജൈനാ മൂസാ വമൻ മഅഹു അജ്മഈൻ വസുമ്മ അഗ്റഖ്നൽ ആഖരീൻ. വഅൻജൈനാ മൂസാ വമൻ മഅഹു അജ്മഈൻ. മൂസയെയും മൂസയുടെ കൂടെയുള്ളവരെയും എല്ലാവരെയും നാം രക്ഷപ്പെടുത്തി. പിന്നീട് മറ്റേ സമൂഹത്തെ നമ്മൾ മുക്കിക്കൊന്നുകളഞ്ഞു. എന്നിട്ട് അള്ളാഹു രണ്ട് വാചകങ്ങൾ പറഞ്ഞു. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ കഥയിലുള്ള സംഗതി അതാ. ഇന്ന ഫീ ദാലിക ലആയ വമാ കാന അക്സറുഹും മുഅ്മിനീൻ. ശരിക്കും ശ്രദ്ധിച്ചോ? ഇന്ന ഫീ ദാലിക ലആയ. നിങ്ങൾ ഈ കണ്ട സംഭവം ഉണ്ടല്ലോ, നിങ്ങൾ വായിച്ചതല്ല, കേട്ടതല്ല, കണ്ടതാണ്. കാണണം, അപ്പോഴാണ് മുഅ്മിനാകുക. അതാണ് പ്രശ്നം. നമ്മളിപ്പോഴും വായിക്കുകയാണ്, അല്ലെങ്കിൽ കേൾക്കുകയാണ്, രണ്ടുമല്ല. ഇത് കണ്ടേ തീരൂ. നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട് നാം മൂസാ അലൈഹിസ്സലാമിനെ കാണണം, ഈ സംഭവം കാണണം. പറ്റുമെങ്കിൽ ചെങ്കടലിന്റെ തീരത്ത് നമ്മളൊന്ന് ചെന്ന് നിൽക്കണം. എന്നിട്ട് സൂറത്തുൽ ഖസസും സൂറത്തു താഹ ഒക്കെ ഒന്ന് എടുത്ത് വായിക്കണം. നമ്മളിങ്ങനെ കാണും. അല്ലാഹ് പറയാ ഇന്ന ഫീ ദാലിക ലആയ. പക്ഷേ എന്താ പ്രശ്നം?
വമാ കാന അക്തറുഹും മുഅ്മിനീൻ. മഹാഭൂരിപക്ഷത്തിനും ഈമാൻ ഉണ്ടാവില്ല. എന്താ ഈമാനില്ലാത്ത? ബോധ്യാവില്ല, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. നിങ്ങളിപ്പോഴും ഇങ്ങനെ ഇതിലെ യുക്തിയും തിരഞ്ഞ് നടന്നു. എന്നിട്ട് അള്ളാഹു ഒറ്റ വരിയും കൂടി പറഞ്ഞു, അതാണ് ഏറ്റവും പ്രധാനം. ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഒരു കെമിക്കൽ ആക്ഷനുമല്ല ഇവിടെ സംഭവിച്ചത്. പിന്നെയോ, ഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം. ഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം. എഴുതി വെച്ചോ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക്. നമ്മുടെ ഉള്ളിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൈയുയർത്തുമ്പോൾ വരേണ്ട വാക്കതാ, ഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം. തീർച്ചയായും നിന്റെ റബ്ബ് അസീസ് തന്നെയാണ്, റഹീം തന്നെയാണ്, ഒരു സംശയമില്ല. എന്താ അസീസ്? എന്തും നടപ്പാക്കാൻ പോകുന്നവനാണ്, എന്തിനും പ്രതാപമുള്ളവനാണ്, എന്ത് കാര്യവും ചെയ്യാൻ കഴിയുന്നവനാണ്. റഹീം പറയണ്ടല്ലോ, റഹീം എന്താ? ഓ, എന്ത് വാക്കാന്നാലോചിക്കും. ഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം. ഇതാണ് ശരിക്ക് മുഹറമിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് വന്നു. മദീനത്ത് വരുമ്പോൾ മദീനയിലുള്ള ജൂതന്മാരുമായി നബി സന്ധിയിലേർപ്പെട്ടു, അവരുമായി ഇടപഴകി ജീവിച്ചു. അപ്പോഴാണ് നബി ഒരു ദിവസം കാണുന്നത്, ഇവരൊക്കെ മുഹറം 10 നോമ്പനുഷ്ഠിക്കുന്നുണ്ട്. അന്ന് റമദാൻ എന്ന നോമ്പ് ഇല്ലാത്ത കാലാണ് ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു അവരോട്, എന്താണ് നിങ്ങളൊക്കെ നോമ്പ് വെക്കണത്? ആരോടാ? ജൂതന്മാരോട്. അവർ പറഞ്ഞു, ഇന്നഹു യൗമുൻ നജ്ജല്ലാഹു ഫീഹി മൂസ വഖൗമഹു വഅഹ്ലക ഫിർഔന വഖൗമഹു ഫസാമ മൂസ ശുക്രൻ. അതോ, അന്നാണ് അള്ളാഹു മൂസ നബിയെ ഫറോവയിൽ നിന്ന് രക്ഷിച്ചതും ഫറോവയെ മുക്കിക്കൊന്നതും. അതുകൊണ്ട് മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് ശുക്ർ കാണിക്കണം. ആദ്യത്തെ കൽപ്പന മൂസ നബിയോട് ശുക്ർ കാണിക്കാനല്ലേ? ശുക്ർ കാണിക്കാൻ വേണ്ടി എന്താക്കി? നോമ്പനുഷ്ഠിച്ചു. നിങ്ങൾ ആലോചിച്ചപ്പോൾ എന്താണ് ഈ നോമ്പ്? ഇത് സാധാരണ നോമ്പല്ല, ഇത് ഭയങ്കര സംഭവമാണ്. നമ്മുടെ വിശ്വാസം നോക്കൂ, നമ്മളെ എല്ലാവിധ ചങ്ങലകളിൽ നിന്നും പൊട്ടിച്ചെറിയുന്ന നോമ്പാത്. നമ്മളൊക്കെ കുറേ ചങ്ങലകളുടെ ഉള്ളിലാണ്. നമ്മൾ വിചാരിച്ച് നമ്മുടെ അധികാരമാണ്, നമ്മുടെ സമ്പത്താണ്, നമ്മുടെ ശക്തിയാണ്, നമ്മുടെ കുടുംബത്തിനുള്ള ഭാര്യയ്ക്കുള്ള നമ്മളോടുള്ള സ്നേഹമാണ്, ഭർത്താവിനോടുള്ള സ്നേഹമാണ്, അല്ലെങ്കിൽ അതാണ് ഇതാണ് നമ്മളെ രക്ഷിക്കണമെന്ന് വിചാരിച്ച് നടക്കുക. ഇത് ചങ്ങലയാണ്. ഈ ചങ്ങലയെ പൊട്ടിച്ചെറിഞ്ഞിട്ട് നമുക്ക് പറയാൻ കഴിയണം, വ ഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാരോട് പറഞ്ഞു, നഹ്നു അഹഖു ബി മൂസ മിൻകും. ഞാനാണ് മൂസയോട് നിങ്ങളെക്കാൾ ബന്ധമുള്ളവൻ. ഇതേ നബി അവരോട് പറഞ്ഞുള്ളൂ. എന്നിട്ട് തിരിഞ്ഞ് നിപ്പുറത്തുള്ളവരോട് പറഞ്ഞു, നബി അന്ന് നോമ്പ് നോറ്റു വന്ന്. നോമ്പ് നോറ്റിട്ട് വഅമറ ബിസിയാമിഹി, നോമ്പ് നോക്കാൻ വേണ്ടി കൽപ്പിച്ചു. അതാണ് ഈ നോമ്പ്. ഇത് വെറുതെ നോൽക്കെല്ലാവരും ഇങ്ങനെ നോക്കി. ഈ രീതിയിലൊരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടു കൂടി ഈ നോമ്പ് നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു ഈ നോമ്പിനെ കുറിച്ച്. പിന്നീട് നബിയുടെ മറുപടി, അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സന അല്ലതി ഖബ്ലഹു. അഹ്തസിബു അലല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് ഞാൻ ഇതിന് പ്രതിഫലമായി പ്രതീക്ഷിക്കുന്നത് എന്താ? അൻ യുകഫിറ അസ്സന അല്ലതി ഖബ്ലഹു, കഴിഞ്ഞുപോയ എൻ്റെ ജീവിതത്തിലെ 1 വർഷത്തെ പാപങ്ങൾ അള്ളാഹു എനിക്ക് ഡിലീറ്റ് ചെയ്തു തരുന്നു. ഭയങ്കര സംഭവമല്ലേ? ഒരു ബട്ടൺ അള്ളാഹ് നിൽക്കും, ഡിലീറ്റ് എന്നുള്ള ബട്ടനെ. ഒരു കൊല്ലത്താണ് ഡിലീറ്റ് ആവും. ആലോചിച്ച് നോക്കുക എൻ്റെ ഭംഗി, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ശക്തി. ശുക്രിൽ നിന്നാണ് അത് വന്നത്. ശുക്രാണ്. മൂസ അലൈഹിസ്സലാം ശുക്ർ കൊണ്ട് നോമ്പ് നോറ്റു. നമ്മളും ശുക്ർ കൊണ്ട് നോമ്പ് നോൽക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുക്ർ കൊണ്ടാണ് നോമ്പ് നോറ്റത്. നമ്മളും ശുക്ർ കൊണ്ട് നോമ്പ് നോൽക്കുക. സഹാബികൾക്ക് അന്ന് വൈകുന്നേരം ഒരു സംശയം ഉണ്ടായി. ആ സംശയം പക്ഷെ അവർ തുറന്നു പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ ആ വർഷമാണ് ആ സംശയം ചോദിച്ചത്. അവർ നോമ്പെടുത്തു. വിശേഷിച്ചും ഒരു നിർബന്ധ നോമ്പ് എന്നുള്ള ആൾക്കാണ് അത് വന്നത്. ഈ മുഹറം നോമ്പിൻ്റെ ചരിത്രം അതാണ്. പക്ഷേ ഹിജ്റ 2-ാം വർഷം
റമദാൻ നിർബന്ധമാക്കിയപ്പോൾ നബി പറഞ്ഞു, ഇനി നിങ്ങളത് നോക്കണം എന്നില്ല, അത് സുന്നത്ത് മാത്രമാണ്, വേണമെങ്കിൽ നോറ്റാൽ മതി, റമദാൻ ആണ് നിർബന്ധം എന്നുള്ളത്. അപ്പോഴും ആളുകളുടെ ഉള്ളിലൊരു സംശയം ഉണ്ടായിരുന്നു, ഇത് ശരിയില്ലല്ലോ, അത് നമ്മൾ ജൂതന്മാരെ ഇമിറ്റേറ്റ് ചെയ്യലായില്ലേ, അല്ലേ, അങ്ങനെയാണല്ലോ എന്ന്. പക്ഷെ ആരും ചോദിച്ചില്ല റസൂലുള്ളാഹി. മരിക്കണ വർഷം നബിയോട് ചോദിച്ചു. ഈ മരിക്കണ വർഷം എന്ന് പറഞ്ഞാൽ നബിയുടെ വഫാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത സഹാബത്തിനൊക്കെ യഥാർത്ഥത്തിൽ വഫാത്തിൻ്റെ അടയാളങ്ങൾ കിട്ടിയിരുന്നു. അതാണല്ലോ സൂറത്തുൻ നസ്റൊക്കെ. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന സൂറത്ത് അവതരിച്ചപ്പോൾ സഹാബികളിൽ ചിലർ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. എന്താണതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, ആ സൂറത്ത് നബിയുടെ വഫാത്തിൻ്റെ അടയാളമാണ്, നബി മരിക്കാൻ പോവുകയാണ്. എന്താ അതിൽ പറഞ്ഞതെന്താ? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തന്ന, ഈ നബിയെ നിങ്ങൾക്ക് വിജയമുണ്ടാവുകയും എല്ലാ ഓപ്പണിങ്ങും വരികയും ചെയ്താൽ, എല്ലാം ഫത്ഹായല്ലോ, വിജയിച്ചല്ലോ. അപ്പോഴോ ഇദാ ജാഅ നസ്റുല്ലാഹി വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, ജനങ്ങളൊക്കെ കൂട്ടം കൂട്ടമായി ദീനിലേക്ക് വരുന്നത് അങ്ങ് കാണുകയും ചെയ്താൽ കഴിഞ്ഞു, നിങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞു, നിങ്ങൾക്ക് പോകാൻ സമയമായി. അതുകൊണ്ട് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, നിങ്ങളുടെ ഡ്യൂട്ടി ഇനി എന്താ? തസ്ബീഹ്, റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് പരിശുദ്ധിപ്പെടുത്തിക്കൊണ്ട്, വസ്തഗ്ഫിർഹു, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോ, ഇന്നഹു കാന തവ്വാബ, അവൻ എല്ലാ പാപങ്ങളും പുറത്തിരുന്നവൻ. ഈ അധ്യായം ചെറിയ അധ്യായമാണ്. ഇത് നബിയുടെ മരണവാർത്തയായിരുന്നു. ഇത് സത്യത്തിൽ സഹാബത്ത് ചോദിച്ചു, നബിയെ ശരിയാണോ അത്? ജൂതന്മാരെ നമ്മൾ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പാടുണ്ടോ? അത് ശരിയില്ലല്ലോ, അവർ ചെയ്യണത് നമ്മളെന്തിനാ ചെയ്യണത്? അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരിക്കണേൻ്റെ കുറച്ച് മുമ്പാ പറഞ്ഞു, ശരിയാ, ചോദിച്ച ചോദ്യം ശരിയാ. ഖാലിഫു അൽ യഹൂദ വൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞ ആളാ നബി. ജൂതന്മാരെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ പാടില്ല, മുശ്രിക്കീങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു പാഠമാണ്. പക്ഷെ നമുക്കത് എന്താണെന്നറിയില്ല, നമ്മളതിൻ്റെ പിന്നാലെയാണ്. എന്താണോ ഓല് ചെയ്യുന്നത് നമ്മളും ചെയ്യും, എന്താണോ അവർ ചെയ്യുന്നത് നമ്മളും ചെയ്യും. അല്ലെങ്കിൽ ശരി തെറ്റൊന്നും നമ്മൾ നോക്കണില്ല. അവർ പോയി റസൂലുള്ളാഹിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ലൗ ദഖലു ജുഹ്റ ദബ്ബിൻ ലദഖൽതുമു, അവർ പോയി ഒരു പാമ്പിൻ്റെ അല്ലെങ്കിൽ ഉടുമ്പിൻ്റെ മാളത്തിൽ കയറി നിങ്ങളും കയറി അവിടെ, അതാ നിങ്ങളെ അവസ്ഥ. സത്യല്ലേ? അല്ലേ? ഓല് ചെയ്യണ മുഴുവൻ എന്ത് തോന്നിയാസല്ലാത്തതെന്ന് എവിടുന്ന് കിട്ടിയതാ? ഇസ്ലാം പറഞ്ഞു തരാത്ത, ഇസ്ലാമിലില്ലാത്ത കുറേ തോന്നിയാസങ്ങൾ. ഞാൻ എൻ്റെ പേരൊന്നും പറയണ്ടല്ലോ, ചിലർക്ക് ബുദ്ധിമുട്ടാവും പറയണം, അതുകൊണ്ട് ഞാൻ പറയാതിരിക്കും. എല്ലാ തോന്നിയാസവും എവിടുന്ന് കിട്ടിയെന്ന് വെച്ചാൽ ഇവൻ്റെ അടുത്ത് കിട്ടിയതാണ്. ചാണിന് ചാണായി മുഴത്തിന് മുഴമായി ഈ ആളുകളെ ഇമിറ്റേറ്റ് ചെയ്യാൻ ഒരു മടിയില്ല. ഇവരാണ് സത്യത്തിൽ ഏറ്റവും കടുപ്പമുള്ള നന്മയുടെ ഏറ്റവും കടുപ്പമുള്ള ശത്രുക്കളാണ് ഇവർ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരി, നമുക്ക് അവരോട് വിരുദ്ധമാകണം. അതുകൊണ്ട് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടാകുമെങ്കിൽ 9 ഞാൻ നോമ്പ് നോക്കും. ലഇൻ ഇശ്തു ലഅസുമന്ന താസിഅ, അങ്ങനെയാണ് 9 ഉണ്ടായത്. ദുൽഹജ്ജ് മുഹറം 9ൻ്റെ നോമ്പുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അനുഷ്ഠിച്ചിട്ടില്ല, അത് പറഞ്ഞിട്ടേ ഉള്ളൂ. പറഞ്ഞത് രണ്ടും ശരിക്കും ശ്രദ്ധിക്കുക, രണ്ടും ഒരു കൽപ്പനയല്ല. ആദ്യത്തെ കൽപ്പന എന്തേ ഉള്ളൂ? 10 ഉള്ളൂ. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? മറ്റത് വരുന്നത്. അപ്പോൾ പറ്റുമെങ്കിൽ നമ്മൾ രണ്ടും അനുഷ്ഠിക്കുക. ഒന്നേ പറ്റുള്ളൂ എന്നുള്ളൊരു 10 അനുഷ്ഠിക്കുക. കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കാൻ മാത്രം ശക്തിയുള്ളതാണ് ഇത് എന്ന് മനസ്സിലാക്കുക. ഇതൊന്നും കേവലം ഒരു യാന്ത്രികമായ സംഗതിയായി മാറരുത്. ഈ ചരിത്രം, ഞാൻ ഈ ചരിത്രം എന്ന് പറഞ്ഞത് ഇത് നമ്മുടെ ഉള്ളിലെത്താൻ വേണ്ടി മാത്രം. ഈ ചരിത്രം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഇതിൽ നിന്നുള്ള ഒരു വികാരം, ഒരു ചിന്ത, ഒരു പരിവർത്തനം എനിക്കുണ്ടാകണമെന്ന ആഗ്രഹത്തോടു കൂടിയുള്ള ഒരു നോമ്പ്. അള്ളാഹു അത്തരത്തിലുള്ള നല്ല മനുഷ്യരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക, മൂസാ അലൈഹിസ്സലാമിൻ്റെ ഈ ചരിത്രത്തിൽ നിന്ന് 3 സുപ്രധാനമായ പാഠങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് നമുക്കുണ്ടാകണം. അതിലൊന്നാമത്തേത് അത്തവക്കുലു അലല്ലാഹ്. അത് ശരിക്കും ഉണ്ടായല്ലോ. ഏത്
ഏത് പ്രതിസന്ധികളുടെ മുമ്പിലും നമ്മളുടെ കൂടെ ആരുണ്ടാകും? അള്ളാഹു ഉണ്ടാകും. അതുകൊണ്ട് അള്ളാഹുവിൽ നമ്മളെ ഏൽപ്പിക്കുക. അള്ളാഹിനെ ഏൽപ്പിച്ചാൽ മതി. അതാണ് തവക്കുൽ. രണ്ടാമത്തേത് അൽ യഖീനു ബില്ലാഹ്. അങ്ങനെ ഏൽപ്പിക്കാനുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടാകും. ഉറപ്പില്ലെങ്കിൽ നമ്മൾ ഏൽപ്പിക്കുമോ? ഇല്ല. ഉറപ്പുള്ളവരല്ലേ ഏൽപ്പിക്കുള്ളൂ. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ഒരു ഉറപ്പുണ്ടാകണം. മൂന്നാമത്തേത് അസ്സബ്റു വൽ ഫറജ്. അങ്ങനെ ഏൽപ്പിച്ചാൽ സബ്റുണ്ടോ എന്ന് അള്ളൊന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് എന്ത് തരും? ഫറജ് തരും. ഫറജ് എന്ന് പറഞ്ഞാൽ ആശ്വാസം. സബ്റുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യും. എന്നിട്ട് എന്ത് തരും? ഫറജ് തരും. അതാണ് മൂസ അലൈഹിസ്സലാം നമ്മളെ പഠിപ്പിച്ച പാഠം. അതാണ് മുഹറമിൻ്റെ പാഠം. മുഹറമിൽ നമുക്ക് കിട്ടേണ്ടത് അതാണ്. അല്ലാഹു തആല ഈ 3 അത്ഭുതം, ഒന്നാമത്തേത് തവക്കുലാണ്, രണ്ടാമത്തേത് യഖീനാണ്, മൂന്നാമത്തേത് സബ്റും ഫറജുമാണ്. ശരിക്ക് ശ്രദ്ധിക്കണം. ഇതൊന്നും എനിക്കറിയില്ല എന്നാരും പറയരുത്. മൂന്നാമത്തേത് സബ്റും ഫറജുമാണ്. ഇത് 3 കിട്ടിയാൽ ഇൻഷാ അല്ലാഹ് മൂസ അലൈഹിസ്സലാമിൻ്റെ കൂടെ നമ്മൾ സ്വർഗത്തിലുണ്ടാകും. അള്ളാഹു സൗഭാഗ്യം നമുക്കൊക്കെ നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അടുത്ത വെള്ളിയാഴ്ചയാണ് 9, ശനിയാഴ്ചയാണ് 10. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഇൻഷാ അല്ലാഹ്. അടുത്ത ആഴ്ച ക്ലാസ് ഉണ്ടോ? ഉണ്ടാവില്ലല്ലോ.